രണ്ടാമത്തെ രക്തക്കറ. എന്റെ സുഹൃത്ത് ഷെർലക് ഹോംസിന്റെ അവസാന അന്വേഷണമായി പരസ്യപ്പെടുത്താൻ ഞാൻ കരുതിയിരുന്നത് ആബി ഗ്രഞ്ച് സംഭവമാണ്. കേസുകളില്ലാതെ വന്നതുകൊണ്ടായിരുന്നില്ല എന്റെ ആ തീരുമാനം. ഞാൻ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ലാത്ത നൂറുകണക്കിന് കേസുകളുടെ കുറിപ്പുകൾ എന്റെ കൈവശമുണ്ട്. വായനക്കാരുടെ ഭാഗത്തുനിന്നോ ആ അപൂർവ വ്യക്തിത്വത്തോടും അദ്ദേഹത്തിന്റെ സവിശേഷ രീതികളോടും താൽപര്യം മങ്ങിയതുകൊണ്ടും അല്ല. തന്റെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നതിൽ മിസ്റ്റർ ഹോംസ് പ്രകടിപ്പിച്ച നീരസമാണ് അതിന്റെ യഥാർത്ഥ കാരണം. തന്റെ ജോലിയിൽ തുടരുന്ന കാലത്തോളം തന്റെ അന്വേഷണങ്ങളുടെ രേഖകൾ അദ്ദേഹത്തിന് ഗുണകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലണ്ടനിൽ നിന്ന് വിരമിച്ച് സസെക്സ് ഡൗൺസിൽ പഠിക്കാനും തേനീച്ച വളർത്താനുമായി പോയതിനു ശേഷം പ്രശസ്തി അദ്ദേഹത്തിന് അസഹ്യമാവുകയും ഈ വിഷയത്തിൽ തന്റെ ആഗ്രഹം കണിശമായും പാലിക്കണമെന്ന് നിർബന്ധപൂർവം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതുവരെ അന്വേഷിച്ചതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതും അന്വേഷണങ്ങളിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതുമായ ഒന്നാണ് രണ്ടാമത്തെ രക്തക്കറയുടെ സംഭവം. ഏറ്റവും ഉചിതമായ സമയത്തു മാത്രമേ അത് പ്രസിദ്ധപ്പെടുത്തുകയുള്ളൂ എന്ന വാഗ്ദാനം നൽകിയതിനു ശേഷം മാത്രമാണ് ഈ സംഭവം പൊതുജനങ്ങൾക്ക് മുൻപിൽ ശ്രദ്ധാപൂർവം അവതരിപ്പിക്കാനുള്ള അനുവാദം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. ഈ കഥ പറയുമ്പോൾ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും അവ്യക്തത വന്നാൽ അതിനു പിന്നിൽ മതിയായ കാരണങ്ങളുണ്ടെന്ന് വായനക്കാർ മനസ്സിലാക്കണം. വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു വർഷത്തെ ഒരു ചൊവ്വാഴ്ച പുലർച്ചെ തന്നെ യൂറോപ്പിലെങ്ങും അറിയപ്പെടുന്ന രണ്ട് പ്രമുഖ വ്യക്തികൾ ബേക്കർ സ്ട്രീറ്റിലെ ഞങ്ങളുടെ എളിയ മുറിയിലേക്ക് കയറി വന്നു. ഉയർന്ന മൂക്കും തീക്ഷ്ണമായ കണ്ണുകളും മേധാശക്തിയുമുള്ള ഒന്നാമൻ മറ്റാരുമല്ല, രണ്ടാമതും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബെല്ലിംഗ്നർ പ്രഭുവായിരുന്നു. മധ്യവയസ്കനായ രണ്ടാമൻ സദ്ഗുണസമ്പന്നനും അന്തസ്സുറ്റ പെരുമാറ്റത്തിനുടമയുമായ യൂറോപ്യൻ കാര്യ സെക്രട്ടറി ട്രെലാവ്നി ഹോപ്പ് ആയിരുന്നു. അദ്ദേഹം ഏറ്റവും ബഹുമാന്യനും രാജ്യത്തെ ഉയർന്നുവരുന്ന രാജ്യതന്ത്രജ്ഞനുമാണ്. കടലാസുകൾ ചിതറിക്കിടന്നിരുന്ന ഞങ്ങളുടെ സെറ്റിയിൽ അവർ അടുത്തടുത്തായിരുന്നു. അത്യന്തം പ്രാധാന്യമേറിയ എന്തോ കാര്യമാണോ അവരുടെ വരവിന് പിന്നിലെന്ന് ക്ഷീണിച്ചതും ചിന്താഭരിതവുമായ അവരുടെ മുഖങ്ങൾ വിളിച്ചോതി. നേർത്ത നീല ഞരമ്പുകൾ തുടിക്കുന്ന കൈപ്പടം തന്റെ കുടയുടെ ആനക്കൊമ്പുകളാൽ നിർമ്മിതമായ പിടിയിൽ ദൃഢമായി പിടിച്ചുകൊണ്ട് വിഷാദത്തോടെ പ്രധാനമന്ത്രി ഹോംസിനെയും എന്നെയും മാറി മാറി നോക്കി. ഹോപ്പാവട്ടെ പരിഭ്രാന്തനായി തന്റെ മീശ പിരിക്കുകയും വാച്ചിന്റെ ചെയിനിൽ പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹോംസ്, ഇന്ന് രാവിലെ 8 മണിക്ക് എനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ ആദ്യം തന്നെ അത് പ്രധാനമന്ത്രിയെ അറിയിക്കുകയാണുണ്ടായത്. അദ്ദേഹത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. താങ്കൾ പോലീസിൽ വിവരം അറിയിച്ചോ? ഇല്ല സർ. പെട്ടെന്ന് തന്റെ പ്രസിദ്ധമായ ഉറച്ച ശബ്ദത്തിൽ പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞു. ഞങ്ങൾ ഇതുവരെയും അങ്ങനെ ചെയ്തില്ല. അത് സാധ്യവുമല്ല. പോലീസിനെ അറിയിക്കുക എന്നാൽ കാലക്രമേണ പൊതുജനങ്ങളെയും അറിയിക്കുക എന്നതാണ്. ഞങ്ങൾ പ്രധാനമായും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ്. അതെന്താണ് സർ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന രേഖകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ആരെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ ഇടവന്നാൽ അടുത്ത നിമിഷം തന്നെ യൂറോപ്പിലുടനീളം പ്രത്യാഘാതങ്ങളുണ്ടായേക്കാം. യൂറോപ്പിലെ യുദ്ധവും സമാധാനവും ഈ പ്രമാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാം. അതിനാൽ അവയുടെ വീണ്ടെടുപ്പ് തികച്ചും ജാഗ്രതയോടെയും രഹസ്യമായുമായിരിക്കണം. അല്ലാത്തപക്ഷം അവ തട്ടിയെടുത്തവർ അത് പരസ്യമാക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു മിസ്റ്റർ ഹോപ്പ്. ഇപ്പോൾ താങ്കൾ ആ രേഖകൾ നഷ്ടപ്പെടാനിടയായ സാഹചര്യം കൃത്യമായി പറയൂ. അത് വളരെ കുറച്ചു വാക്കുകളിൽ പറയാൻ കഴിയും മിസ്റ്റർ ഹോംസ്. ആ കത്ത്, അതായത് നഷ്ടപ്പെട്ട രേഖകൾ, ഒരു വിദേശ രാഷ്ട്രത്തലവന്റെ കത്താണ്. 6 ദിവസങ്ങൾക്ക് മുൻപാണോ അതിവിടെ ലഭിച്ചത്. അത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് അത് ഞാൻ എന്റെ ഓഫീസിലെ സേഫിൽ പോലും സൂക്ഷിക്കാതെ എന്നും വൈകുന്നേരം വൈറ്റ്ഹാൾ ടെറസിലെ എന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ തപാൽ പെട്ടിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അതവിടെ ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു. അതെനിക്കുറപ്പാണ്. അത്താഴത്തിന് വേഷം മാറിക്കൊണ്ടിരുന്നപ്പോൾ ആ പെട്ടി തുറന്നു നോക്കുകയും ആ രേഖകൾ കാണുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ അത് അപ്രത്യക്ഷമായി. രാത്രി മുഴുവൻ ആ പെട്ടി എന്റെ ഡ്രസ്സിംഗ് മേശയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു. ഞാനും ഭാര്യയും ഗാഠമായി ഉറങ്ങുന്ന തരത്തിലല്ല. അതിനാൽ തന്നെ രാത്രി ആരും മുറിയിൽ വന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പക്ഷേ ആ കത്ത് നഷ്ടപ്പെട്ടു.
എപ്പോഴാണ് താങ്കൾ അത്താഴം കഴിച്ചത്? 7:30. ഉറങ്ങാൻ പോകുന്നതിന് എത്ര സമയം മുമ്പായിരുന്നു അത്? എന്റെ ഭാര്യ നാടകശാലയിൽ പോയിരുന്നു. ഞാൻ അവരെ കാത്തിരുന്നു. 11:30 മണിക്കായിരുന്നു ഞങ്ങൾ മുറിയിലേക്ക് പോയത്. അപ്പോൾ 4 മണിക്കൂർ നേരത്തേക്ക് ആ പെട്ടി അശ്രദ്ധമായി വച്ചിരുന്നു. രാവിലെ വീട്ടിലെ പരിചാരികയോ മറ്റു സമയങ്ങളിൽ എന്റെ സഹായിയോ ഭാര്യയുടെ പരിചാരികയോ അല്ലാതെ മറ്റാർക്കും ആ മുറിയിൽ കടക്കാൻ അനുവാദമില്ല. അവർ രണ്ടുപേരും ഞങ്ങളുടെ വിശ്വസ്തരും നാളുകളായി ഞങ്ങൾക്കൊപ്പം ഉള്ളവരുമാണ്. തന്നെയുമല്ല, എന്റെ പെട്ടിയിൽ സാധാരണ ഓഫീസ് രേഖകളല്ലാതെ വിലപിടിപ്പുള്ള രേഖകൾ ഉള്ളതായി അവർക്കറിയാൻ സാധ്യതയുമില്ല. ആ കത്ത് അവിടെ ഉള്ളതായി ആർക്കാണ് അറിയാമായിരുന്നത്? വീട്ടിലെ ആർക്കും അറിയില്ലായിരുന്നു. താങ്കളുടെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നില്ലേ? ഇല്ല സാർ, രാവിലെ ആ രേഖകൾ നഷ്ടപ്പെടുന്നതുവരെയും ഞാൻ എന്റെ ഭാര്യയോട് ഒന്നും പറഞ്ഞിരുന്നില്ല. പ്രധാനമന്ത്രി അത് അംഗീകരിക്കുന്നതുപോലെ തലകുലുക്കി. സർ, താങ്കളുടെ ചുമതലബോധത്തെക്കുറിച്ച് എനിക്ക് വളരെ കാലമായി അറിയാം, അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ താങ്കൾ ഏറ്റവും അടുത്തവരോട് പോലും വെളിപ്പെടുത്തില്ല എന്നത് എനിക്കറിയാം. യൂറോപ്യൻ കാര്യ സെക്രട്ടറി തലകുനിച്ച് അദ്ദേഹത്തെ വന്ദിച്ചു. ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് രാവിലെ വരെയും എന്റെ ഭാര്യയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്കെന്തെങ്കിലും ഊഹമുണ്ടായിരുന്നോ? ഇല്ല മിസ്റ്റർ ഹോംസ്, അവർക്കെന്നല്ല, ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് താങ്കളുടെ ഏതെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഈ കത്തിനെക്കുറിച്ചുള്ള വിവരമറിയുന്ന മറ്റാരാണ് ഇംഗ്ലണ്ടിലുള്ളത്? മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളോടും ഈ കത്തിനെക്കുറിച്ച് ഇന്നലെയാണ് പറയുന്നത്. പക്ഷേ മന്ത്രിസഭാംഗങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. തന്നെയുമല്ല, ഈ പ്രമാണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറയുകയുമുണ്ടായി. ദൈവമേ, അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ തന്നെ അവ നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ സുന്ദരമായ മുഖം നിരാശയാൽ ഒരു മാത്ര വിരൂപമാകുകയും അദ്ദേഹം വിരലുകൾ കൊണ്ട് തലമുടി പിടിച്ചു വലിക്കുകയും ചെയ്തു. ആ ഒരു നിമിഷം ഞങ്ങൾ കണ്ടത് വളരെ അസാധാരണക്കാരനായ ഒരു മനുഷ്യനെയാണ്. പക്ഷെ അടുത്ത നിമിഷം അഭിജാത്യ മുഖം മൂടി പുനഃസ്ഥാപിക്കപ്പെടുകയും കുലീനമായ ശബ്ദം തിരികെ എത്തുകയും ചെയ്തു. മന്ത്രിസഭാംഗങ്ങൾ കൂടാതെ 2-3 ഉന്നത വകുപ്പുതല ഓഫീസർമാർക്കും ഈ കത്തിനെക്കുറിച്ചറിയാം. ഇംഗ്ലണ്ടിൽ മറ്റാർക്കും അറിയില്ല എന്നെനിക്ക് ഉറപ്പു തരാൻ കഴിയും മിസ്റ്റർ ഹോംസ്. പക്ഷേ വിദേശത്തോ? ഈ കത്തെഴുതിയ ആളൊഴികെ മറ്റാരും കണ്ടിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഔദ്യോഗികമായി അറിയുന്ന മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഹോംസ് അല്പസമയം എന്തോ ചിന്തയിൽ മുഴുകിയിരുന്നു. സർ, ഈ രേഖകൾ ഏതു തരത്തിലുള്ളതാണെന്നും അത് നഷ്ടപ്പെട്ടതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. പ്രധാനമന്ത്രിയുടെ പുരികങ്ങൾ ഗൗരവത്തോടെ കൂട്ടിമുട്ടി. നീല നിറത്തിലുള്ള ഒരു നീണ്ട നേർത്ത കവറായിരുന്നു അത് മിസ്റ്റർ ഹോംസ്. ചുവന്ന മെഴുകിനാൽ പതിച്ച മുദ്രയിൽ ഒരു സിംഹത്തിന്റെ ചിത്രമുണ്ടായിരുന്നു. വ്യക്തമായ വലിയ അക്ഷരത്തിൽ അത് അഭിസംബോധന ചെയ്തിരുന്നത്. നീല നിറത്തിലുള്ള ഒരു നീണ്ട നേർത്ത കവറായിരുന്നു അത് മിസ്റ്റർ ഹോംസ്. ചുവന്ന മെഴുകിനാൽ പതിച്ച മുദ്രയിൽ ഒരു സിംഹത്തിന്റെ ചിത്രമുണ്ടായിരുന്നു. വ്യക്തമായ വലിയ അക്ഷരത്തിൽ അത് അഭിസംബോധന ചെയ്തിരുന്നത്. ഈ വിവരങ്ങളൊക്കെ ആവശ്യമുള്ളവയും പ്രാധാന്യമർഹിക്കുന്നവയുമാണ്, ഹോംസ് പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ്. എന്തായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം? അത് രാജ്യത്തിന്റെ നയതന്ത്ര രഹസ്യവും അങ്ങേയറ്റം പ്രാധാന്യമുള്ളതുമാണ്. അത് താങ്കളോട് പറയാൻ കഴിയുകയില്ല. അതിന്റെ ആവശ്യവുമില്ല. താങ്കളുടെ പ്രസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ കവർ അതിന്റെ ഉള്ളടക്കത്തോടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ രാജ്യത്തിനു വേണ്ടി താങ്കൾ വലിയ സേവനമായിരിക്കും ചെയ്യുന്നത്. അതിനെന്ത് പ്രതിഫലവും നൽകാൻ ഞങ്ങൾ തയ്യാറുമാണ്. ഷെർലക് ഹോംസ് ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു. നിങ്ങൾ രണ്ടുപേരും രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള വ്യക്തികളാണ്. എന്റേതായ ചെറിയ രീതിയിൽ ഞാനും തിരക്കുള്ള ആൾ തന്നെയാണ്. ഈ കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി ഈ സംഭാഷണം തുടരുന്നത് സമയം പാഴാക്കലായിരിക്കും. പ്രധാനമന്ത്രി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മന്ത്രിസഭയെ വിറപ്പിക്കുന്ന ആ കണ്ണുകൾ ജ്വലിച്ചു. സർ, ഞാനിങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞു തുടങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ ഉയർന്നു വന്ന തന്റെ കോപത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ വീണ്ടും ഇരുന്നു.
കുറച്ചു സമയം എല്ലാവരും നിശബ്ദരായി. ഒടുവിൽ ആ രാഷ്ട്രതന്ത്രജ്ഞൻ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ താങ്കളുടെ നിബന്ധനകൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു മിസ്റ്റർ ഹോംസ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കളിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാതിരുന്ന ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഞാൻ അങ്ങയോട് യോജിക്കുന്നു സർ, സെക്രട്ടറി പറഞ്ഞു. താങ്കളെയും ഡോക്ടർ വാട്സണെയും പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാം, ഈ വിവരങ്ങൾ പുറത്തുവരുന്നതിലും കൂടുതൽ നിർഭാഗ്യം രാജ്യത്തിന് മറ്റൊന്നുമില്ല. താങ്കൾക്ക് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാം. നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളിൽ അസ്വസ്ഥനായ ഒരു രാജ്യത്തലവനാണ് ആ കത്തെഴുതിയത്. വളരെ തിടുക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ എഴുതിയതാണ്. മന്ത്രിമാർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതേസമയം വളരെ പ്രകോപനപരമായും നിർഭാഗ്യകരവുമായ രീതിയിലുമാണ്. അതിനാൽ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈ കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ രാജ്യം വലിയ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഹോംസ് ഒരു തുണ്ട് പേപ്പറിൽ ഒരു പേരെഴുതി പ്രധാനമന്ത്രിക്ക് കൈമാറി. അതെ, അദ്ദേഹമാണോ? ആ കത്ത് കോടിക്കണക്കിന് രൂപ ചെലവും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും ആ കത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. താങ്കൾ ഇത് അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായോ? ഉവ്വ് സാർ, ടെലിഗ്രാം അയച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ആ കത്ത് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകുമോ? ഇല്ല സാർ, അദ്ദേഹം വളരെ അശ്രദ്ധയോടെയും തിടുക്കപ്പെട്ടുമാണ് അതെഴുതിയത് എന്നത് അദ്ദേഹത്തിനും ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്. ആ കത്ത് പുറത്തുവന്നാൽ അദ്ദേഹത്തിനും ആ രാജ്യത്തിനും വളരെ വലിയ തിരിച്ചടിയായിരിക്കും. അങ്ങനെയെങ്കിൽ ആ കത്ത് പുറത്തുവരണമെന്നത് ആരുടെ താൽപ്പര്യമായിരിക്കും? അത് മോഷ്ടിക്കാനും പ്രസിദ്ധീകരിക്കാനും ആരായിരിക്കും ആഗ്രഹിക്കുന്നത്? മിസ്റ്റർ ഹോംസ്, അതിനായി അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ പരിഗണിക്കണം. പക്ഷേ താങ്കൾ യൂറോപ്പിലെ സ്ഥിതി കണക്കിലെടുത്താൽ ഉദ്ദേശ്യം എന്താണെന്ന് ഗ്രഹിക്കാവുന്നതേയുള്ളൂ. യൂറോപ്പ് മുഴുവൻ ഒരു പട്ടാള ക്യാമ്പാണ്. ഗ്രേറ്റ് ബ്രിട്ടനാണ് ഒരു തരത്തിൽ ഇവയെല്ലാം നിയന്ത്രിച്ച് നയിച്ചുകൊണ്ടു പോകുന്നതെന്ന് പറയാം. ബ്രിട്ടൻ ഏതെങ്കിലും ഒരു രാഷ്ട്രസഖ്യവുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ മറ്റുള്ളവർ നമുക്കുമേൽ ആധിപത്യം ഉറപ്പിച്ചേക്കാം. താങ്കൾക്ക് മനസ്സിലാകുന്നില്ലേ? വളരെ വ്യക്തമായി. അപ്പോൾ മുഖ്യമായും കത്തയച്ച ആ രാജ്യത്തിന്റെ ശത്രുക്കൾക്കാണ് കത്ത് പ്രസിദ്ധീകരിക്കാൻ താൽപ്പര്യം. നമ്മുടെ രാജ്യവും ആ രാജ്യവുമായി ഒരു സമാധാന ലംഘനം ഉണ്ടാക്കണമെന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെ സാർ. ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടാൽ ആർക്കായിരിക്കും അവർ ഈ കത്ത് നൽകാൻ സാധ്യത? യൂറോപ്പിലെ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രത്തലവന്മാർക്ക്. ഒരുപക്ഷേ ആ കത്തിപ്പോൾ കാറ്റിനേക്കാൾ വേഗത്തിൽ അങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയായിരിക്കും. മിസ്റ്റർ ട്രെലാവനി ഹോപ്പ് തലകുനിച്ചു. ഉച്ചത്തിൽ ദയനീയമായി ഞരങ്ങാൻ തുടങ്ങി. പ്രധാനമന്ത്രി കനിവോടെ അദ്ദേഹത്തിന്റെ തോളിൽ കൈത്തലമർത്തി. അത് താങ്കളുടെ നിർഭാഗ്യമാണ്. താങ്കളെ ആരും പഴിചാരുകയില്ല. താങ്കളുടെ ശ്രദ്ധക്കുറവാണെന്ന് ആരും പറയുകയില്ല. മിസ്റ്റർ ഹോംസ്, ഇപ്പോൾ കാര്യങ്ങളുടെ പൂർണ്ണരൂപം താങ്കൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഹോംസ് വിഷമത്തോടെ തലയാട്ടി. സർ, ഈ കത്ത് തിരികെ ലഭിച്ചില്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? വളരെ സാധ്യതയുണ്ട്. സർ, അങ്ങനെയെങ്കിൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ. അങ്ങ് എന്താണീ പറയുന്നത് മിസ്റ്റർ ഹോംസ്? വസ്തുതകൾ കണക്കിലെടുത്താൽ അങ്ങനെയാണ് സർ. രാത്രി 11:30 ശേഷം കത്ത് നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നില്ല. 11:30 മുതൽ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതുവരെയും മിസ്റ്റർ ഹോപ്പും അദ്ദേഹത്തിന്റെ പത്നിയും കിടപ്പുമുറിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടമായത് തലേന്ന് വൈകുന്നേരം 7:30-ക്കും 11:30-ക്കും ഇടയിലായിരിക്കണം. ഒരുപക്ഷെ അതിനു മുൻപ്. എന്തെന്നാൽ അതെടുത്തവർ എത്രയും നേരത്തെ അത് കൈവശപ്പെടുത്താൻ ശ്രമിച്ചിരിക്കും. സർ, ഇത്രയും പ്രാധാന്യമുള്ള ഒരു കത്ത് ആ സമയത്ത് നഷ്ടമായെങ്കിൽ അതിപ്പോൾ എവിടെയായിരിക്കാം? ആരുമത് കൈവശം വയ്ക്കാൻ സാധ്യതയില്ല. ആവശ്യമുള്ളവരുടെ കൈകളിലേക്ക് അതിവേഗം സഞ്ചരിക്കുകയായിരിക്കും. നമ്മളത് കൈവശപ്പെടുത്താനും എന്തിന് കണ്ടെത്താൻ പോലും എന്ത് സാധ്യതയാണുള്ളത്? അതിപ്പോൾ നമുക്ക് അപ്രാപ്യമായിരിക്കുന്നു. പ്രധാനമന്ത്രി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് മിസ്റ്റർ ഹോംസ്. കാര്യങ്ങൾ നമുക്ക് കൈമോശം വന്നതായി എനിക്കും തോന്നുന്നു.
ഒരു വാദത്തിനായി ചോദിക്കുകയാണ്. താങ്കളുടെ പരിചാരികയോ ഭൃത്യനോ ആണോ കത്തെടുത്തതെങ്കിൽ അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വളരെ കാലമായുള്ളവരാണ്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് താങ്കളുടെ മുറി 2ാം നിലയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ആ മുറിയിലേക്ക് പുറത്തുനിന്ന് കടന്നുവരാൻ മാർഗമില്ല. തന്നെയുമല്ല, മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആർക്കും ഉള്ളിൽ നിന്നും പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കണം കത്തെടുത്തത്. എടുത്തയാൾ ആർക്കായിരിക്കും അത് നൽകിയത്? അന്താരാഷ്ട്ര ചാരന്മാർക്കോ രഹസ്യ ഏജന്റുമാർക്കോ ആയിരിക്കണം. അവരിൽ ചിലരുടെ പേരുകൾ എനിക്ക് പരിചിതമാണ്. അതിൽ പ്രമുഖരായവർ 3 പേരാണ്. ഞാൻ എന്റെ അന്വേഷണം അവരിൽ നിന്ന് തുടങ്ങട്ടെ. അവരിൽ ആരെങ്കിലും അപ്രത്യക്ഷമായെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നലെ രാത്രി മുതൽ, നമ്മുടെ കത്ത് എങ്ങോട്ടാണ് പോയതെന്നോ നമുക്ക് ചില സൂചനകൾ ലഭിച്ചേക്കാം. അയാൾ അപ്രത്യക്ഷനാകേണ്ടതുണ്ടോ? യൂറോപ്യൻ സെക്രട്ടറി ചോദിച്ചു. അയാൾ ആ കത്ത് ലണ്ടനിലെ ഏതെങ്കിലും എംബസിയിൽ നൽകാമല്ലോ. എനിക്ക് തോന്നുന്നില്ല. ഈ ഏജന്റുകൾ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്നവരാണ്. എംബസികളുമായുള്ള അവരുടെ ബന്ധം സാധാരണ അത്ര നന്നല്ല. പ്രധാനമന്ത്രി അത് സമ്മതിക്കും പോലെ തലയാട്ടി. താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, മിസ്റ്റർ ഹോംസ്. ഇത്രയും വിലപിടിച്ച വസ്തു അയാൾ സ്വയം കൈകാര്യം ചെയ്യും. താങ്കളുടെ ചിന്ത ശരിയായ ദിശയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഹോപ്പ്, ഈ ഒരു ദൗർഭാഗ്യം മൂലം നമ്മുടെ മറ്റു കടമകൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. മിസ്റ്റർ ഹോംസ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇന്നുണ്ടായാൽ ഞങ്ങൾ താങ്കളെ അറിയിക്കാം. താങ്കളുടെ അന്വേഷണ പുരോഗതി ഞങ്ങളെയും അറിയിക്കുക. ആ 2 രാഷ്ട്രതന്ത്രജ്ഞരും ഞങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞോ ഗൗരവത്തോടെ മുറിയിൽ നിന്നോ നടന്നു നീങ്ങി. ഞങ്ങളുടെ സന്ദർശകർ മടങ്ങിപ്പോയതിനു ശേഷം ഹോംസ് തന്റെ പൈപ്പ് വലിച്ചുകൊണ്ട് അഗാധമായ ചിന്തകളിൽ മുഴുകിയിരുന്നു. ഞാൻ പ്രഭാതപത്രം തുറന്ന് കഴിഞ്ഞ രാത്രി ലണ്ടനിൽ നടന്ന ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വാർത്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് എന്റെ കൂട്ടുകാരൻ അത്ഭുതഭാവത്തോടെ എഴുന്നേറ്റ് പൈപ്പ് താഴെ വെച്ചത്. അതെ, അദ്ദേഹം പറഞ്ഞു, ഇതിനെ സമീപിക്കാൻ ഇതിലും നല്ല മാർഗമില്ല. സാഹചര്യം മോശമാണ്, പക്ഷേ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും. ആരാണ് അതെടുത്തതെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതുവരെയും മറ്റു കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നെങ്കിലും ഉറപ്പിക്കാമായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് പണമാണ് പ്രധാനം. എന്റെ കൂടെയാണെങ്കിൽ ബ്രിട്ടീഷ് ഖജനാവുണ്ട് താനും. ആ കത്ത് മാർക്കറ്റിലുണ്ടെങ്കിൽ ഞാൻ വാങ്ങും. അത് കയ്യിലുള്ളയാൾ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് മുൻപായി കൂടുതൽ പണം ലഭിക്കാനുള്ള വഴികൾ നോക്കും. ഇങ്ങനെ ഒരു കളിക്ക് ധൈര്യമുള്ളവർ 3 പേർ മാത്രമേയുള്ളൂ: ഓബർസ്റ്റൺ, ല റോധിയർ, എഡ്വേർഡോ ലൂക്കാസ്. ഞാൻ അവരെ ഓരോരുത്തരെയും കാണും. ഞാൻ പ്രഭാതപത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കി. ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ താമസിക്കുന്ന എഡ്വേർഡോ ലൂക്കാസ് ആണോ? അതെ. അയാളെ താങ്കൾ കാണില്ല. എന്തുകൊണ്ടില്ല? അയാൾ കഴിഞ്ഞ രാത്രി അയാളുടെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ അന്വേഷണങ്ങളിൽ സാധാരണ എന്റെ സുഹൃത്ത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം അമ്പരപ്പോടെ തുറിച്ചു നോക്കുകയും എന്റെ കയ്യിൽ നിന്ന് പത്രം തട്ടിപ്പറിക്കുകയും ചെയ്തു. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന വാർത്ത ഇതായിരുന്നു: വെസ്റ്റ്മിൻസ്റ്റർ കൊലപാതകം. പാർലമെന്റ് മന്ദിരത്തിന്റെ ഗോപുരത്തിനു സമീപം ഗോഡോൾഫിൻ സ്ട്രീറ്റിലെ 16-ാം നമ്പർ വീട്ടിൽ ഇന്നലെ രാത്രി ദുരൂഹമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കന്യാസ്ത്രീ മഠത്തിനും നദിക്കുമിടയിലുള്ള പഴയ രീതിയിലുള്ള ഒരു വീടാണിത്. ഉന്നതവൃത്തങ്ങളിൽ അറിയപ്പെടുന്ന വളർന്നുവരുന്ന ഗായകനായ മിസ്റ്റർ എഡ്വേർഡോ ലൂക്കാസ് എന്നയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 34 വയസ്സുള്ള അദ്ദേഹം അവിവാഹിതനായിരുന്നു. മിസസ് സ്പ്രിംഗിൾ എന്ന വൃദ്ധയായ പരിചാരികയോടും മിറ്റൻ എന്ന ഭൃത്യനോടും ഒപ്പമാണോ അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പരിചാരിക നേരത്തെ തന്നെ ജോലികൾ തീർത്ത് മുകൾ നിലയിലെ മുറിയിലാണ് ഉറങ്ങാറുള്ളത്. ഭൃത്യൻ ഹാമർ സ്മിത്തിലുള്ള തന്റെ സ്നേഹിതനെ സന്ദർശിക്കുവാനായി വൈകുന്നേരം പുറത്തുപോയിരുന്നു. 10 മണി മുതൽ ലൂക്കാസ് തന്റെ വീട്ടിൽ ഏകനായിരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ 11:45 അതുവഴി പോയ പോലീസ് കോൺസ്റ്റബിൾ 16-ാം നമ്പർ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നതായി കാണുകയുണ്ടായി. അദ്ദേഹം മുട്ടിവിളിച്ചിട്ടും മറുപടിയുണ്ടായില്ല. മുൻവശത്തെ മുറിയിൽ വെളിച്ചം കണ്ടതിനെ തുടർന്ന് അദ്ദേഹം ഇടനാഴിയിൽ കടന്ന് വീണ്ടും മുട്ടിവിളിച്ചിട്ടും മറുപടിയുണ്ടായില്ല. അപ്പോൾ അദ്ദേഹം വാതിൽ തള്ളിത്തുറന്ന് അകത്തു കയറി. മുറി മുഴുവൻ കുഴഞ്ഞുമറിഞ്ഞ നിലയിലും
വീട്ടുസാധനങ്ങൾ ക്രമം തെറ്റിയ മട്ടിലുമായിരുന്നു. നടുവിലായി ഒരു കസേര മറിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. അതിനു സമീപത്തായി കസേരയുടെ ഒരു കാലിൽ പിടിച്ച നിലയിൽ മിസ്റ്റർ ലൂക്കാസ് കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് കുത്തേറ്റിരുന്നത്. അതിനാൽ തന്നെ തൽക്ഷണം മരിച്ചിരിക്കാം. ചുമരിൽ അലങ്കാരത്തിനായി വെച്ചിരുന്ന പൗരസ്ത്യ ആയുധങ്ങളിൽ ഒന്നായ ഇന്ത്യൻ കഠാരിയാണ് കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മുറിയിലെ വിലപ്പെട്ട വസ്തുക്കൾ ഒന്നും തന്നെ നഷ്ടപ്പെടാത്തതിനാൽ മോഷണമല്ല കൊലപാതകത്തിന് പിന്നിലെ പ്രേരണ എന്നാണ് കരുതേണ്ടത്. മിസ്റ്റർ എഡ്വേർഡോ ലൂക്കാസ് വളരെ പൊതുജനസമ്മതൻ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ദുരൂഹമായ മരണം അദ്ദേഹത്തിന്റെ സ്നേഹിതർക്ക് വളരെ ദുഃഖകരമാണ്. വാട്സൺ, താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തു തോന്നുന്നു? കുറെ സമയം നിശബ്ദനായതിനു ശേഷം ഹോംസ് ചോദിച്ചു. വെറും യാദൃച്ഛികം. യാദൃച്ഛികം? ഈ നാടകത്തിൽ അഭിനയിക്കാൻ സാധ്യതയുള്ള 3 നടന്മാരെക്കുറിച്ച് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അയാൾ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും നാടകം നടന്നുവെന്ന് നമ്മൾ കരുതുന്ന സമയത്തു തന്നെ. ഇതിൽ യാദൃച്ഛികത്തിനുമപ്പുറം എന്തൊക്കെയോ നടന്നിരിക്കാം. എന്നാൽ അങ്ങനെ സൂചിപ്പിക്കുന്ന ഒന്നുമില്ലതാനും. വാട്സൺ, ഈ 2 കാര്യങ്ങൾക്കും തമ്മിൽ പരസ്പര ബന്ധമുണ്ടായിരിക്കും. തീർച്ചയായും പരസ്പര ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ പോലീസ് ഔദ്യോഗികമായി ഇപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കും. എല്ലാ വിവരങ്ങളും അറിയാൻ വഴിയില്ല. ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ കണ്ടത് മാത്രമേ അവർക്കറിയൂ. വൈറ്റ്ഹാൾ ടെറസിനെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. നമുക്ക് മാത്രമേ ഈ 2 കാര്യങ്ങളും അറിയൂ. അതിനാൽ തന്നെ അവ തമ്മിലുള്ള ബന്ധവും കണ്ടെത്താൻ കഴിയും. ലൂക്കാസിനെ ഞാൻ സംശയിക്കാൻ മുഖ്യമായും ഒരു കാര്യമുണ്ട്. വൈറ്റ്ഹാൾ ടെറസിൽ നിന്ന് വെസ്റ്റ്മിൻസ്റ്ററിലെ ഗോഡോൾഫിൻ സ്ട്രീറ്റിലേക്ക് ഏതാനും മിനിറ്റുകൾ നടക്കാനുള്ള ദൂരമേയുള്ളൂ. ഞാൻ പറഞ്ഞ മറ്റു ചാരന്മാർ വളരെ ദൂരെയാണ് താമസിക്കുന്നത്. അതിനാൽ തന്നെ യൂറോപ്യൻ കാര്യ സെക്രട്ടറിയുടെ വീടുമായി സമ്പർക്കം പുലർത്താനോ രഹസ്യങ്ങൾ ചോർത്തി നൽകാനോ മറ്റുള്ളവരെക്കാൾ ലൂക്കാസിനാണ് താരതമ്യേന സാധിക്കുക. ചെറിയ കാര്യമാണെങ്കിലും സംഭവങ്ങളെല്ലാം ചില മണിക്കൂറിനുള്ളിലായതിനാൽ പ്രാധാന്യമറിയിക്കുന്നു. ആരാണത്? മിസ്സസ് ഹഡ്സൺ ഒരു സ്ത്രീയുടെ വിസിറ്റിംഗ് കാർഡുമായി കടന്നുവന്നു. ഹോംസ് അതിൽ നോക്കിയതിനു ശേഷം എനിക്ക് കൈമാറി. മിസ്സസ് ഹിൽഡ ട്രെലാവ്നി ഹോപ്പ്. അവരോട് ദയവായി അകത്തേക്ക് കടന്നുവരാൻ പറയൂ, അദ്ദേഹം പറഞ്ഞു. അന്നു രാവിലെ ബഹുമാനിതമായ ഞങ്ങളുടെ ഒതുങ്ങിയ മുറി ഒരു നിമിഷത്തിനു ശേഷം വീണ്ടും ലണ്ടനിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയുടെ സാന്നിധ്യത്താൽ ബഹുമാനിക്കപ്പെട്ടു. ബെൽമിൻസ്റ്റർ പ്രഭുവിന്റെ ഇളയ മകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കേട്ടിട്ടുള്ള എല്ലാ വിവരണങ്ങളെയും കണ്ടിട്ടുള്ള എല്ലാ ചിത്രങ്ങളെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ച. പക്ഷേ ശിശിരകാല പ്രഭാതത്തിലെ കാഴ്ചയായിരുന്നിട്ടും അതിന്റെ സൗന്ദര്യമായിരുന്നില്ല ഞങ്ങളെ സ്വാധീനിച്ചത്. ആ കവിളുകൾ സുന്ദരമായിരുന്നു, പക്ഷേ അവ സംഭ്രമത്താൽ വിളറിയിരുന്നു. കണ്ണുകൾ തിളക്കമുള്ളതായിരുന്നു, പക്ഷേ ആ തിളക്കം പനിയുടേതായിരുന്നു. ആ ചുണ്ടുകൾ സ്വയം നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സന്ദർശക തുറന്ന വാതിലിൽ ഒരു നിമിഷം നിന്നപ്പോൾ സൗന്ദര്യത്തേക്കാൾ ഉപരി ഭീതിയായിരുന്നു ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. എന്റെ ഭർത്താവ് ഇവിടെ വന്നിരുന്നോ, മിസ്റ്റർ ഹോംസ്? വന്നിരുന്നു, മാഡം. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ ഹോംസ്, ഞാനിവിടെ വന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കരുത്. ഹോംസ് തലകുലുക്കുകയും അവരോട് കസേരയിലിരിക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഭവതി എന്നെ വല്ലാത്ത അവസ്ഥയിലാക്കുന്നു. താങ്കൾ ഇരിക്കുകയും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് പറയുകയും ചെയ്യുക. നിരുപാധികമായ വാഗ്ദാനങ്ങൾ നൽകാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ ഭയക്കുന്നു. അവർ മുറിക്ക് കുറുകെ കടന്ന് ജനാലയ്ക്ക് പുറംതിരിഞ്ഞ് പ്രൗഢിയോടെയിരുന്നു. മിസ്റ്റർ ഹോംസ്, വെളുത്ത കയ്യുറ ധരിച്ച കൈകൾ കോർത്തും അഴിച്ചും അവർ പറഞ്ഞു തുടങ്ങി. താങ്കൾ എന്നോടും തുറന്നു സംസാരിക്കുമെന്ന ധാരണയിൽ ഞാൻ തുറന്നു പറയുകയാണ്. ഞാനും എന്റെ ഭർത്താവും തമ്മിൽ പൂർണ്ണ യോജിപ്പിലാണ്, ഒരു കാര്യത്തിലൊഴികെ. അത് രാഷ്ട്രീയ കാര്യമാണ്. അതേക്കുറിച്ച് മാത്രം അദ്ദേഹം എന്നോടൊന്നും പറയാറില്ല. ഇന്നലെ രാത്രി വളരെ നിർഭാഗ്യകരമായ സംഭവം നടന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പേപ്പർ നഷ്ടപ്പെട്ടതായി എനിക്കറിയാം. പക്ഷേ അത് രാഷ്ട്രീയ കാര്യമായതിനാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയുന്നില്ല. ഇപ്പോൾ അത് അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്റെ ആവശ്യമായിരിക്കുന്നു. രാഷ്ട്രീയക്കാർക്കല്ലാതെ ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നത് താങ്കൾക്ക് മാത്രമാണ്. മിസ്റ്റർ ഹോംസ്, ഞാൻ താങ്കളോട് യാചിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നും
അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ദയവായി എന്നോട് പറയൂ. താങ്കളുടെ കക്ഷിയുടെ താൽപര്യപ്രകാരമാണ് താങ്കൾ പറയാത്തതെങ്കിൽ ഞാനത് പൂർണ്ണമായും സംരക്ഷിച്ചുകൊള്ളാം. മോഷ്ടിക്കപ്പെട്ട ആ രേഖ എന്താണ്? മാഡം, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. അവർ കൈകളിൽ മുഖം പൂഴ്ത്തി ഏങ്ങിക്കരഞ്ഞു തുടങ്ങി. നിങ്ങളുടെ ഭർത്താവ് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ജോലിയുടെ ഭാഗമായി മാത്രം എന്നോട് വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ ഞാൻ താങ്കളോട് എങ്ങനെ പറയും? അത് ചോദിക്കുന്നത് മര്യാദയല്ല. നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പക്ഷെ ഫലമുണ്ടായില്ല. താങ്കൾ എന്നോടൊന്നും പറയുന്നില്ല എങ്കിലും ഒരു കാര്യം പറയാൻ കഴിയുമോ മിസ്റ്റർ ഹോംസ്? അതെന്താണ് മാഡം? ഈ സംഭവം എന്റെ ഭർത്താവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമോ? പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ വളരെ നിർഭാഗ്യകരമായ അനന്തരഫലങ്ങൾ ഉണ്ടായേക്കും. സംശയം പരിഹരിക്കപ്പെട്ടതുപോലെ അവർ ദീർഘമായി നിശ്വസിച്ചു. ഒരു ചോദ്യം കൂടി മിസ്റ്റർ ഹോംസ്. ഈ സംഭവം നടന്ന ഉടനെയുള്ള എന്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ നിന്നും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചേക്കാമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിൽ എനിക്ക് തീർച്ചയായും അത് നിഷേധിക്കാൻ സാധിക്കില്ല. ആ പ്രത്യാഘാതം ഏതു തരത്തിലായിരിക്കും? എനിക്കുത്തരം തരാൻ കഴിയാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ ഞാൻ താങ്കളുടെ കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. എന്നോട് കൂടുതൽ സംസാരിക്കാതിരുന്നതിന് ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല മിസ്റ്റർ ഹോംസ്. ഞാൻ എന്റെ ഭർത്താവിന്റെ ഉത്കണ്ഠയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചതിന് താങ്കളും എന്നെ കുറ്റപ്പെടുത്തുകയില്ലല്ലോ. എന്റെ വരവിനെക്കുറിച്ചൊന്നും പറയരുതേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. അവർ വാതിലിനരികിൽ നിന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കി പറഞ്ഞതിനു ശേഷം നടന്നു നീങ്ങി. അപ്പോൾ വാട്സൺ, സ്ത്രീകൾ താങ്കളുടെ വകുപ്പിലാണല്ലോ. അവരുടെ വസ്ത്രമുലയുന്ന ശബ്ദം അവസാനിച്ച് മുൻവാതിലടയുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞതോടെ ഹോംസ് ഒരു ചിരിയോടെ പറഞ്ഞു, ഈ വനിത വന്നത് എന്തിനായിരിക്കും? എന്താണ് അവരുടെ ഉദ്ദേശ്യം? വരവിനെക്കുറിച്ച് അവർ തന്നെ പറയുകയുണ്ടായല്ലോ. അവരുടെ ആകാംക്ഷയും തികച്ചും സ്വാഭാവികമാണ്. വാട്സൺ, താങ്കൾ അവരെ ശ്രദ്ധിച്ചില്ലേ? അവരുടെ വികാരവിക്ഷോഭങ്ങളും ചോദ്യം ചോദിക്കുന്ന രീതിയും പരുങ്ങലും മറ്റും. വികാരവിക്ഷോഭങ്ങൾ ചെറുതായിപ്പോലും പുറത്തു പ്രകടിപ്പിക്കാത്ത പ്രഭുസമൂഹത്തിൽ നിന്നാണ് അവർ വരുന്നത് എന്നത് താങ്കൾ ഓർക്കണം. അവർ തീർച്ചയായും വിഷമത്തിലാണ്. എല്ലാ വിവരങ്ങളും താൻ കൂടി അറിയുന്നതുകൊണ്ട് തന്റെ ഭർത്താവിന് നല്ലതേ വരൂ എന്ന് അവർ പറഞ്ഞതും കൂടി ഓർക്കണം. അവർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? വാട്സൺ, താങ്കൾ തീർച്ചയായും ശ്രദ്ധിച്ചു കാണണം. വെളിച്ചം പുറകിൽ നിന്ന് വരും വിധമാണ് അവർ ഇരുന്നത്. നമ്മൾ അവരുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതെ, അവർ ആ കസേരയാണ് തിരഞ്ഞെടുത്തത്. സ്ത്രീകളുടെ ആന്തരിക ഉദ്ദേശങ്ങൾ ദുർഗ്രഹമായതാണ്. ഇതേ കാരണത്താൽ ഞാൻ സംശയിച്ച മാർഗേറ്റിലെ സ്ത്രീയെ താങ്കൾ ഓർക്കുന്നില്ലേ? അവരുടെ മൂക്കിൽ പൗഡർ ഇല്ലായിരുന്നു. ശരിയായ തെളിവ് അതാണെന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങനെ ചെറിയ ഒരു കാരണം കൊണ്ട് എങ്ങനെ സംശയിക്കും? പക്ഷേ അപ്രധാനമായ കാര്യങ്ങൾക്ക് പോലും വളരെ പ്രാധാന്യമുണ്ട്. ശരി വാട്സൺ, പിന്നീട് കാണാം. താങ്കൾ പുറത്തേക്ക് പോവുകയാണോ? അതെ. രാവിലെ തന്നെ ഗോഡോൾഫിൻ സ്ട്രീറ്റിലേക്ക് പോയി പോലീസിലെ നമ്മുടെ സ്നേഹിതരെ കാണണം. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം എഡ്വേർഡോ ലൂക്കാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഏത് രീതിയിൽ എന്നതറിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. വസ്തുതകൾ ശരിയായി അറിയുന്നതിന് മുൻപായി ഊഹിക്കുന്നത് തെറ്റാണ്. താങ്കൾ ഇവിടെ തന്നെ ഇരുന്ന് പുതിയ സന്ദർശകർ വന്നാൽ സ്വീകരിക്കൂ. സാധിക്കുമെങ്കിൽ ഉച്ചഭക്ഷണത്തിനായി ഞാൻ തിരികെ എത്താം. ആ ദിവസവും അടുത്ത 2 ദിവസങ്ങളിലും മിണ്ടാട്ടമില്ലായ്മ എന്ന സ്നേഹിതരും ദുർമുഖമെന്ന് മറ്റുള്ളവരും പറയുന്ന അവസ്ഥയിലായിരുന്നു ഹോംസ്. മുറിയിൽ വരികയും പോവുകയും ചെയ്തു. തുടർച്ചയായി പുകവലിച്ചു. ഇടയ്ക്ക് വയലിൻ വായിച്ചു. ചിന്തകളിൽ മുഴുകി. നേരം തെറ്റി ഭക്ഷണം കഴിച്ചു. എന്റെ ചോദ്യങ്ങൾക്കൊന്നും ശരിയായി ഉത്തരം നൽകിയില്ല. അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായി. കേസിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. ലൂക്കാസിന്റെ ഭൃത്യനായ ജോൺ മിറ്റനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത വിവരം പത്രത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. വിചാരണ ജൂറി കരുതിക്കൂട്ടിയ കൊലപാതകം എന്ന് പറയുകയുണ്ടായി. പക്ഷേ മറ്റു വിവരങ്ങളൊന്നും ലഭ്യമായില്ല. ആ മുറി നിറയെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നഷ്ടമായിരുന്നില്ല. മരിച്ച മനുഷ്യന്റെ പേപ്പറുകൾ എല്ലാം പഴയതുപോലെ ഇരുന്നിരുന്നു. അവയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്ന്
അദ്ദേഹം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളയാളും ഭാഷാശാസ്ത്രജ്ഞനും കത്തുകൾ എഴുതുന്നതിൽ താൽപ്പര്യമുള്ളയാളും ആയിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാരുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷെ കേസിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒന്നും തന്നെ ലഭ്യമായില്ല. സ്ത്രീകളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വെറും ബാഹ്യമായ ബന്ധങ്ങൾ മാത്രമായിരുന്നു. ധാരാളം സ്ത്രീകൾ അദ്ദേഹത്തിന്റെ പരിചയക്കാരായി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു സ്നേഹിതർ മാത്രം. ആരുമായും പ്രണയത്തിലുമായിരുന്നില്ല. അങ്ങനെ ആ മരണം ദുരൂഹമായി തുടർന്നു. ഭൃത്യനായ ജോൺ മിറ്റന്റെ അറസ്റ്റ് മതിയായ കാരണങ്ങളില്ലാതെയായിരുന്നു എന്നത് വ്യക്തമായി. അതിനാൽ തന്നെ അയാൾക്കെതിരെ കേസുണ്ടായതുമില്ല. അയാൾ ആ രാത്രി ഹമ്മർസ്മിത്തിലെ സ്നേഹിതരെ സന്ദർശിച്ചിരുന്നു. അയാൾ അവിടെ നിന്നും പുറപ്പെട്ട സമയം വെച്ച് നോക്കിയാൽ കൊലപാതകം നടന്നതിന് 1 മണിക്കൂർ മുമ്പായി വെസ്റ്റ്മിൻസ്റ്ററിൽ എത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നത് സത്യമാണ്. രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ കുറെ ദൂരം നടന്നാണ് വന്നത് എന്നതാണ് ഇതിന് അയാൾ നൽകിയ വിശദീകരണം. അയാൾ 12 മണിക്കാണ് എത്തിയത്. അപ്രതീക്ഷിതമായ ഈ ദുരന്തത്തിൽ അയാൾ ആകെ സംഭ്രമത്തിലാണ്. തന്റെ യജമാനനുമായി അയാൾ നല്ല അടുപ്പത്തിലായിരുന്നു. മരിച്ചയാളിന്റെ കൈവശമുണ്ടായിരുന്ന ചില വസ്തുക്കൾ, മുഖ്യമായും ഒരു പെട്ടി റേസറുകൾ, ഭൃത്യന്റെ പെട്ടിയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. പക്ഷെ അതെല്ലാം മരിച്ചയാൾ സമ്മാനിച്ചതാണെന്ന വിശദീകരണം പരിചാരികയും ശരിവയ്ക്കുകയുണ്ടായി. മിറ്റൻ ലൂക്കാസിന്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അയാൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നും മിറ്റനെ കൂടെ കൊണ്ടുപോയില്ല എന്നത് ശ്രദ്ധേയമാണ്. 3 മാസം വരെ താമസിക്കാൻ പാരീസിലേക്ക് പോകുമ്പോൾ ഗോഡോൾഫിൻ സ്ട്രീറ്റിലെ വീടിന്റെ ചുമതല മിറ്റനെയാണ് ഏൽപ്പിച്ചിരുന്നത്. പരിചാരികയുടെ മൊഴിപ്രകാരം ആ രാത്രി അവർ ശബ്ദമൊന്നും കേട്ടില്ല. സന്ദർശകർ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ തന്നെ ലൂക്കാസ് തന്നെ ആയിരിക്കും വാതിൽ തുറന്നത് എന്നും അവർ പറഞ്ഞു. അങ്ങനെ 3 പ്രഭാതങ്ങൾ ദുരൂഹമായി തന്നെ കടന്നുപോയി. ഹോംസിന് കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇൻസ്പെക്ടർ ലെസ്ട്രേഡുമായി അദ്ദേഹം സംസാരിച്ചതായി പറഞ്ഞപ്പോൾ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നതായി ഞാൻ മനസ്സിലാക്കി. 4-ാം ദിവസമായപ്പോൾ പാരീസിൽ നിന്ന് ഒരു നീണ്ട ടെലിഗ്രാം എത്തിയതോടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയതുപോലെ തോന്നി. ആ ടെലിഗ്രാം ഇങ്ങനെയായിരുന്നു. ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിലെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ കൊല്ലപ്പെട്ട മിസ്റ്റർ എഡ്വേർഡോ ലൂക്കാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മറനീക്കുന്ന ചില കണ്ടെത്തലുകൾ പാരീസ് പോലീസ് നടത്തിയിരിക്കുന്നു. മരിച്ച മാന്യൻ തന്റെ മുറിയിൽ കുത്തേറ്റുകിടന്ന കാര്യവും അത് സംബന്ധിയായി അദ്ദേഹത്തിന്റെ ഭൃത്യനെ അറസ്റ്റ് ചെയ്തു വിട്ടയച്ച കാര്യവും വായനക്കാർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇന്നലെ റൂ ആസ്റ്റർലിറ്റ്സ് എന്ന സ്ഥലത്തെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന മാഡം ഹെൻറി ഫോർനെ എന്ന സ്ത്രീക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചതായി പരിചാരകർ അധികാരികളെ അറിയിച്ചിരിക്കുന്നു. വൈദ്യപരിശോധനയിൽ അവർക്ക് ഗുരുതരവും ഭേദമാക്കാൻ സാധിക്കാത്തതുമായ മതിഭ്രമം ബാധിച്ചതായി തെളിഞ്ഞിരിക്കുന്നു. മാഡം ഹെൻറി ഫോർനെ ലണ്ടനിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് മടങ്ങിവന്നതെന്നും വെസ്റ്റ്മിൻസ്റ്റർ കൊലപാതകവുമായി അവർക്ക് ബന്ധമുണ്ട് എന്നതിന് തെളിവുകൾ ലഭ്യമാണെന്നും പോലീസ് അറിയിച്ചു. ഫോട്ടോകൾ താരതമ്യം ചെയ്തതിൽ നിന്ന് മിസ്റ്റർ ഹെൻറി ഫോർനെയും എഡ്വേർഡോ ലൂക്കാസും യഥാർത്ഥത്തിൽ ഒരാൾ തന്നെയാണെന്നും ചില കാരണങ്ങളാൽ പരേതൻ ലണ്ടനിലും പാരീസിലുമായി ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നുവെന്നും തെളിയുകയുണ്ടായി. പെട്ടെന്ന് വികാരവിക്ഷോഭങ്ങൾക്ക് വിധേയാകുന്ന പ്രകൃതമാണോ മാഡം ഹെൻറി ഫോർനെയുടേത്? മുൻകാലങ്ങളിലും രൂക്ഷമായ അസൂയ മൂലം നിയന്ത്രണാതീതമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ പെട്ടെന്നുണ്ടായ വിക്ഷോഭത്താലാണ് അവർ ഈ കുറ്റവും ചെയ്തത്. തിങ്കളാഴ്ച രാത്രിയിലെ അവരുടെ പ്രവൃത്തികൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചാരിങ് ക്രോസ് സ്റ്റേഷനിൽ ചൊവ്വാഴ്ച സംശയകരമായ സാഹചര്യത്തിൽ കണ്ട സ്ത്രീ ഇവർ തന്നെയാണെന്നത് സംശയമില്ലാതെ തെളിഞ്ഞിട്ടുണ്ട്. കൊല നടത്തിയത് മാനസിക വിഭ്രാന്തിയിലോ അല്ലെങ്കിൽ കൊല നടത്തിയതിനു ശേഷം മാനസിക വിഭ്രാന്തിയിൽ പെട്ടതോ ആവാം. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല അവർ ഇപ്പോൾ. അവരുടെ സ്ഥിതി മെച്ചപ്പെടുമോ എന്ന് പറയാൻ ഡോക്ടർമാർക്കും സാധിക്കുന്നില്ല. മാഡം ഫോർനെയെപ്പോലെ ഒരു സ്ത്രീയെ തിങ്കളാഴ്ച രാത്രി ഗോഡോൾഫിൻ സ്ട്രീറ്റിൽ ലൂക്കാസിന്റെ വീട് നിരീക്ഷിക്കുന്ന വിധത്തിൽ പലരും കണ്ടതായി തെളിവ് ലഭിച്ചിട്ടുണ്ട്. താങ്കൾ എന്താണ് കരുതുന്നത് ഹോംസ്? ഞാൻ വാർത്ത ഉച്ചത്തിൽ വായിച്ചതിനു ശേഷം ചോദിച്ചു. അദ്ദേഹം പ്രഭാതഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുവടുവെച്ച് അദ്ദേഹം പറഞ്ഞു, വാട്സൺ, കഴിഞ്ഞ 3 ദിവസമായി
ഞാൻ എന്തെങ്കിലും പറയുന്നതിനായി താങ്കൾ കാത്തിരിക്കുകയായിരുന്നു എന്നെനിക്കറിയാം. പറയാനൊന്നുമില്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇപ്പോൾ പാരീസിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് പോലും നമ്മെ അധികമൊന്നും സഹായിക്കില്ല. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് തീർച്ചയായും പറയുന്നുണ്ട്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന യഥാർത്ഥ കൃത്യമായ യൂറോപ്പിനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണം ഒരു ചെറിയ സംഭവമാണ്. കഴിഞ്ഞ 3 ദിവസം സംഭവിച്ച പ്രധാന കാര്യമെന്നത് ഒന്നും സംഭവിച്ചില്ല എന്നതാണ്. ഗവൺമെന്റിൽ നിന്ന് എല്ലാ മണിക്കൂറും എനിക്ക് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ ഒരിടത്തും പ്രശ്നമുള്ള ലക്ഷണം കാണാനില്ല. ഇനി ആ കത്ത് നഷ്ടപ്പെട്ടു കാണുമോ? ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. അത് നഷ്ടമായില്ലെങ്കിൽ പിന്നെ എവിടെ? ആരുടെ കയ്യിലാണ്? അയാൾ എന്തിനാണ് അത് കൈവശം വച്ചിരിക്കുന്നത്? ആ ചോദ്യമാണോ എന്റെ തലച്ചോറിനെ മഥിച്ചുകൊണ്ടിരിക്കുന്നത്. കത്ത് നഷ്ടപ്പെട്ട ദിവസം തന്നെ ലൂക്കാസ് കൊല്ലപ്പെട്ടത് യാദൃച്ഛികമാണോ? കത്ത് അയാൾക്ക് ലഭിച്ചോ? അങ്ങനെയെങ്കിൽ അയാളുടെ പേപ്പറുകൾക്കൊപ്പം ഇല്ലാതിരുന്നത് എന്തുകൊണ്ട്? അയാളുടെ മനോവിഭ്രാന്തി ബാധിച്ച ഭാര്യ അതുമായി കടന്നുകളഞ്ഞോ? അങ്ങനെയെങ്കിൽ ആ കത്ത് അവരുടെ പാരീസിലെ വീട്ടിലുണ്ടോ? എങ്കിൽ ഫ്രഞ്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഞാൻ എങ്ങനെ അത് തിരയും? ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വാട്സൺ, നിയമം കുറ്റവാളികൾക്കും നമ്മെപ്പോലുള്ളവർക്കും അപകടമാകുന്നത്. ഏവരും നമുക്കെതിരാണ്. എങ്കിലും പരാജയപ്പെട്ടാൽ ഭവിഷ്യത്തുകൾ ഭയാനകമാണ്. ഈ കേസ് വിജയകരമായി അവസാനിച്ചാൽ തീർച്ചയായും എന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തിളങ്ങുന്ന മകുടമായിരിക്കും. ആ പുതിയ വാർത്ത എത്തിക്കഴിഞ്ഞു. ഗവൺമെന്റിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച പുതിയ റിപ്പോർട്ടിൽ കണ്ണോടിച്ച് അദ്ദേഹം പറഞ്ഞു, ഇൻസ്പെക്ടർ ലെസ്ട്രേഡിന് എന്തോ പുതിയ വാർത്ത ലഭിച്ചിരിക്കുന്നു. തൊപ്പിയെടുത്ത് ധരിക്കൂ വാട്സൺ, നമ്മൾ ഒരുമിച്ച് വെസ്റ്റ് മിൻസ്റ്ററിലേക്ക് പോവുകയാണ്. കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്കുള്ള എന്റെ ആദ്യ സന്ദർശനമായിരുന്നു അത്. ഉയരം കൂടിയ ഇരുണ്ട ഇടുങ്ങിയ കെട്ടിടം അത് നിർമ്മിക്കപ്പെട്ട നൂറ്റാണ്ടിനെയും ഓർമ്മിപ്പിച്ചു. ലെസ്ട്രേഡ് മുൻവശത്തെ ജനാലയിലൂടെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ വാതിൽ തുറന്ന് ഞങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ അഭിവാദ്യം ചെയ്ത് കൊലപാതകം നടന്ന മുറിയിലേക്ക് ആനയിച്ചു. രക്തക്കറ പുരണ്ട ഒരു പരവതാനി ഒഴികെ കുറ്റകൃത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും തന്നെ അവിടെ അവശേഷിച്ചിരുന്നില്ല. നന്നായി പോളിഷ് ചെയ്ത പഴയ രീതിയിലുള്ള തടിക്കട്ടകൾ വിരിച്ച നിലമുള്ള മുറിയുടെ നടുവിലായാണോ സമചതുരത്തിലുള്ള ആ പരവതാനി വിരിച്ചിരുന്നത്. തീ കായാനുള്ള അടുപ്പിന് മുകളിലായി ചുമരിൽ ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നു. അതിലൊന്നാണ് ആ ദുരന്തം നടന്ന രാത്രി ഉപയോഗിച്ചത്. ജനാലയ്ക്കടുത്തായി വലിയ എഴുത്തുമേശയുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ അലങ്കാരങ്ങളും വസ്തുക്കളും അവിടെ താമസിച്ചിരുന്ന ആളിന്റെ ആഡംബര ജീവിതത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. പാരീസിൽ നിന്നുള്ള വാർത്ത കണ്ടോ? ലെസ്ട്രേഡ് ചോദിച്ചു. ഹോംസ് തലകുലുക്കി. നമ്മുടെ ഫ്രഞ്ച് സ്നേഹിതർ ശരിയായ കാര്യമാണ് കണ്ടെത്തിയത് എന്ന് തോന്നുന്നു. ഒരു സംശയവുമില്ല. ഞാൻ ഊഹിക്കുന്നത് ഇങ്ങനെയാണ്. അവർ വാതിലിൽ മുട്ടി. പ്രതീക്ഷിക്കാത്ത സന്ദർശനം. അയാൾക്ക് വാതിൽ തുറക്കേണ്ടതായി വന്നു. അയാളെ കണ്ടെത്തിയത് എങ്ങനെയെന്നും മറ്റും അവർ പറഞ്ഞു കാണും. അധിക്ഷേപിച്ചും കാണും. അങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള വഴക്കിൽ കയ്യിൽ കിട്ടിയ കഠാര ഉപയോഗിച്ചു. പെട്ടെന്നല്ല സംഭവം നടന്നത്. എന്തെന്നാൽ കസേരകളെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. ഒരു കസേരയിൽ അയാൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരെ അടിക്കാൻ ഒരുങ്ങിയതാവും. എല്ലാം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ വ്യക്തമാകുന്നു. ഹോംസ് പുരികങ്ങൾ ഉയർത്തി ചോദിച്ചു, താങ്കൾ എന്നെ ഇപ്പോൾ വിളിച്ചത്? ആ, അത് മറ്റൊരു കാര്യമാണ്. ഒരു ചെറിയ കാര്യം. പക്ഷേ താങ്കൾക്ക് താൽപ്പര്യമുണ്ടാവും. പ്രധാന കാര്യവുമായി ഒറ്റനോട്ടത്തിൽ ബന്ധമൊന്നും തോന്നുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ എന്താണത്? താങ്കൾക്കറിയാം, ഇതുപോലെ ഒരു കുറ്റകൃത്യം നടന്നുകഴിഞ്ഞാൽ ഞങ്ങൾ സാധനങ്ങൾ അതുപോലെ സ്ഥാനത്ത് തന്നെ സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ട്. ഒന്നും അനക്കുകയില്ല. രാത്രിയും പകലും ഇവിടെയും കാവൽ നിൽക്കാൻ ഓഫീസറെ നിയോഗിച്ചു. ഇന്ന് രാവിലെ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുറി വൃത്തിയാക്കാം എന്ന് ഞങ്ങൾ കരുതി. ഈ പരവതാനി വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളത് ഉയർത്തിമാറ്റി. അപ്പോൾ കണ്ടു. എന്തു കണ്ടു? ഹോംസിന്റെ മുഖത്ത് ആകാംക്ഷ പടർന്നു. അപ്പോൾ ഞങ്ങൾ കണ്ട കാര്യം താങ്കൾക്ക് ഊഹിക്കാൻ കഴിയില്ല. പരവതാനിയിലെ ആ രക്തക്കറ കണ്ടോ? അപ്പോൾ അവിടെ വീണ രക്തം താഴേക്ക് നനഞ്ഞിറങ്ങിക്കാണുമല്ലോ, ഇല്ലേ? തീർച്ചയായും കാണും.
പക്ഷെ അതിന് താഴെയുള്ള മരക്കട്ടിയിൽ കറ കാണുന്നില്ല. കറയില്ലേ? പക്ഷേ തീർച്ചയായും കാണേണ്ടതാണല്ലോ. അതെ, പക്ഷെ അവിടെ കറ കാണുന്നില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹം പരവതാനിയുടെ ഒരറ്റത്ത് പിടിച്ച് ഉയർത്തിക്കാണിച്ച് താൻ പറഞ്ഞത് ശരിയാണെന്ന് കാണിച്ചു. പക്ഷെ മുകളിലെ പോലെ തന്നെ താഴെയും കറ കാണേണ്ടതാണല്ലോ. തീർച്ചയായും അടയാളം കാണണം. പ്രഗത്ഭനായ കുറ്റാന്വേഷകനെ കുഴക്കിയതിൽ ലെസ്ട്രേഡ് രഹസ്യമായി സന്തോഷിക്കുന്ന പോലെ തോന്നി. ഇപ്പോൾ ഞാൻ താങ്കൾക്ക് വിശദീകരണം കാണിക്കാം. രണ്ടാമത് ഒരു രക്തക്കറയുണ്ട്. പക്ഷേ അത് പരവതാനിയിലെ പാടിന് താഴെയല്ല. താങ്കൾ നോക്കൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരവതാനിയുടെ മറ്റൊരു ഭാഗം ഉയർത്തിക്കാണിച്ചു. അവിടെ തറയിൽ പാകിയിരുന്ന മരക്കട്ടികൾക്ക് മുകളിലായി വലുതായി രക്തവർണം പടർന്നിരുന്നു. താങ്കൾക്ക് എന്തു തോന്നുന്നു, ഹോംസ്? അത് ചെറിയ കാര്യമാണ്. 2 രക്തക്കറകളും ഒന്നിനു മുകളിലായിരുന്നു. പക്ഷേ പരവതാനി ആരോ തിരിച്ചിട്ടു. അത് സമചതുരവും ഉറപ്പിക്കാത്തതുമായതിനാൽ തിരിച്ചിടാൻ എളുപ്പമാണ്. പരവതാനി തിരിച്ചിട്ടു എന്ന് മനസ്സിലാക്കാൻ പോലീസിന് താങ്കളുടെ സഹായം ആവശ്യമില്ല, മിസ്റ്റർ ഹോംസ്. അത് വ്യക്തമാണ്. പക്ഷേ അറിയേണ്ടത് ആരാണ് അത് തിരിച്ചിട്ടതെന്നതും എന്തിനെന്നുമാണ്. ഹോംസിന്റെ ഉള്ളിലെ ആവേശം അദ്ദേഹത്തിന്റെ തുടുത്ത മുഖത്തുനിന്നും എനിക്കറിയാൻ കഴിയും. നോക്കൂ ലെസ്ട്രേഡ്, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ആണോ ഇന്നലെ മുതൽ ഇവിടെ കാവലുണ്ടായിരുന്നതോ? അതെ, അയാളാണ്. എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. അയാളെ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. ഞങ്ങളുടെ മുന്നിൽ വെച്ചു വേണ്ട. ഞങ്ങളിവിടെ കാത്തിരിക്കാം. താങ്കൾ അയാളെ പുറകിലെ മുറിയിലേക്ക് കൊണ്ടുപോകുക. അയാളാണ് അത് ചെയ്തതെന്ന് പറയണ്ട. പുറത്തുനിന്നോ ആളുകളെ എന്തിനാണ് മുറിക്കുള്ളിൽ കടത്തിയതെന്നും അവരെ മുറിയിൽ തനിച്ചാക്കിയതെന്നും ചോദിക്കൂ. അയാൾ പരവതാനി തിരിച്ചിട്ടു എന്ന രീതിയിൽ ചോദിക്കരുത്. ആരോ ഇവിടെ വന്നതായി താങ്കൾക്ക് അറിവുണ്ടെന്ന് പറയൂ. മാപ്പ് കിട്ടാൻ എല്ലാം തുറന്നു പറയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നും പറയൂ. അയാളാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം എന്ന ഉച്ചത്തിൽ അലറിക്കൊണ്ട് ലെസ്ട്രേഡ് ഹാളിലേക്ക് പോയി. കുറച്ചു സമയത്തിനു ശേഷം പുറകിലെ മുറിയിൽ നിന്നും അയാളുടെ അട്ടഹാസം കേട്ടു തുടങ്ങി. വേഗം വാട്സൺ, വേഗം! ഹോംസ് ആകാംക്ഷയോടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീറും വാശിയും ഉണർന്നതായി തോന്നി. പരവതാനി വേഗം മാറ്റി അദ്ദേഹം കുനിഞ്ഞുനിന്ന് മരക്കെട്ടുകൾ ഓരോന്നോരോന്നായി ഇളക്കി മാറ്റാൻ ശ്രമിച്ചു തുടങ്ങി. അദ്ദേഹം നഖം കൊണ്ടിളക്കിയപ്പോൾ അവയിൽ ഒരെണ്ണം ഇളകി മാറി. അതൊരു പെട്ടിയുടെ അടപ്പ് പോലെ തോന്നിച്ചു. അതിനു താഴേക്ക് ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. ഹോംസ് ആകാംക്ഷയോടെ തന്റെ കൈ അതിനുള്ളിൽ കടത്തുകയും നിരാശയോടും ദേഷ്യത്തോടും കൂടെ തിരികെ എടുക്കുകയും ചെയ്തു. അത് ശൂന്യമായിരുന്നു. വേഗം വാട്സൺ, വേഗം അത് തിരികെ വയ്ക്കൂ. ലെസ്ട്രേഡിന്റെ ശബ്ദം ഇടനാഴിയിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും ആ പെട്ടിയുടെ അടപ്പ് തിരികെ വെച്ച് പരവതാനി ഞങ്ങൾ പുനഃസ്ഥാപിച്ചു. ലെസ്ട്രേഡ് കണ്ടത് ചിന്തയിൽ മുഴുകി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഹോംസിനെയാണ്. താങ്കളെ കാത്തിരുത്തിയതിൽ ക്ഷമിക്കണം, മിസ്റ്റർ ഹോംസ്. താങ്കൾക്ക് ബോറടിച്ചുവെന്ന് എനിക്കറിയാം. അയാളെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. ഇവിടെ വരൂ, മക്ഫെഡ്സൺ. താങ്കളുടെ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റത്തെക്കുറിച്ച് ഈ മാന്യന്മാർ കൂടി കേൾക്കട്ടെ. ആ തടിയൻ കോൺസ്റ്റബിൾ വളരെ വികാരവിക്ഷോഭത്തോടെ മുറിയിലേക്ക് കടന്നുവന്നു. തീർച്ചയായും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, സാർ. ഇന്നലെ രാത്രി ആ യുവതി ഇവിടെ വന്നു. വീട് മാറിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. ദിവസം മുഴുവൻ ഇവിടെ തനിച്ചിരിക്കുകയായിരുന്നതുകൊണ്ട് ഞാൻ അവരോട് കുറച്ചു സംസാരിച്ചു. കൊള്ളാം, പിന്നെ എന്തു സംഭവിച്ചു? കുറ്റകൃത്യം നടന്ന സ്ഥലം കാണാൻ അവർ താൽപ്പര്യപ്പെട്ടു. അതിനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചതായി പറയുകയും ചെയ്തു. അവർ നന്നായി സംസാരിക്കുന്ന, ബഹുമാനം തോന്നിപ്പിക്കുന്ന യുവതിയാണ്. സർ, അവർ ഒന്ന് കയറി നോക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല. പരവതാനിയിലെ രക്തം കണ്ടപ്പോൾ അവർ ബോധം കെട്ട് തറയിൽ വീണ് മരിച്ചതുപോലെയായി. ഞാൻ പുറകിലേക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവരുടെ മുഖത്ത് തളിച്ചു. എന്നിട്ടും അവർ ഉണർന്നില്ല. അപ്പോ ഞാൻ പുറത്ത് കടയിൽ കുറച്ച് ബ്രാൻഡി വാങ്ങാൻ പോയി. ഞാൻ തിരികെ വന്നപ്പോഴേക്കും അവർക്ക് ബോധം വന്നോ അവർ പോയിരുന്നു. ലജ്ജ കാരണമായിരിക്കും പറയാതെ പോയത്. പരവതാനി സ്ഥലം മാറിയതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർ, ഞാൻ തിരിച്ചു വന്നപ്പോൾ അത് വല്ലാതെ ചുളുങ്ങിയിരുന്നു. അവർ അതിനു മുകളിലാണ് വീണത്. നിലം നന്നായി മിനുസമുള്ളതുകൊണ്ട് അത് തെന്നി മാറിയിരുന്നു. ഞാനത് നന്നായി നിവർത്തിയിട്ടു. എന്നെ കബളിപ്പിക്കാൻ സാധിക്കില്ല എന്നതിനോ ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ, ലെസ്ട്രേഡ് അഭിമാനത്തോടെ പറഞ്ഞു. നിങ്ങളുടെ നിയമലംഘനം എനിക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയോ?
ഒറ്റ നോട്ടത്തിൽ തന്നെ ആരോ ഇവിടെ വന്നുവെന്നോ എനിക്ക് മനസ്സിലായി. എന്തായാലും ഒന്നും നഷ്ടപ്പെടാതിരുന്നത് തന്റെ ഭാഗ്യം. അല്ലെങ്കിൽ കാണാമായിരുന്നു. ഇത്ര നിസ്സാര കാര്യത്തിൽ താങ്കളെ വിളിച്ചു വരുത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു മിസ്റ്റർ ഹോംസ്. പക്ഷെ രണ്ടാമത്തെ രക്തക്കറ ഒന്നാമത്തേതുമായി യോജിക്കുന്നില്ല എന്നത് താങ്കൾക്ക് താൽപ്പര്യമുണ്ടാക്കുമെന്നോ ഞാൻ കരുതി. തീർച്ചയായും അത് രസകരമാണ്. ആ സ്ത്രീ ഒരിക്കൽ മാത്രമാണോ ഇവിടെ വന്നത് കോൺസ്റ്റബിൾ? അതെ സർ, ഒരിക്കൽ മാത്രമാണ്. ആരായിരുന്നു അത്? ടൈപ്പിസ്റ്റിന് ആവശ്യമുണ്ടോ എന്ന പരസ്യം കണ്ടു വന്നു. വീട് മാറിപ്പോയി. വളരെ മര്യാദയുള്ള സ്ത്രീയായിരുന്നു. പൊക്കമുള്ള സുന്ദരിയായ? അതെ അതെ സർ, ചിലർ പറയുമായിരിക്കും അവർ സുന്ദരിയാണെന്ന്. ഓഫീസർ, ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ രീതികൾ കണ്ടപ്പോൾ മുറിക്കകം ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നി. അവർ എന്തു വേഷമാണ് ധരിച്ചിരുന്നത്? നീളമുള്ള ഉടുപ്പായിരുന്നു സാർ. അപ്പോൾ സമയം എത്രയായിരുന്നു? സന്ധ്യ മയങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബ്രാൻഡി വാങ്ങി വരുമ്പോൾ വഴിവിളക്കുകൾ തെളിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലത്, ഹോംസ് പറഞ്ഞു. വരൂ വാട്സൺ, നമുക്ക് മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഞങ്ങൾ അവിടെ നിന്നിറങ്ങിയപ്പോൾ ലെസ്ട്രയുടെ മുറിയിൽ തന്നെയിരുന്നു. കോൺസ്റ്റബിളാണോ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തന്നത്. പടികളിൽ വെച്ച് ഹോംസ് തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ കൈകളിൽ എന്തോ ഉയർത്തിക്കാണിച്ചു. കോൺസ്റ്റബിൾ സൂക്ഷിച്ചു നോക്കി. ദൈവമേ, സർ! അയാൾ ആശ്ചര്യത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു. ഹോംസ് തന്റെ വിരൽ ചുണ്ടിൽ വെച്ച് അയാളോട് നിശബ്ദനാകാൻ ആവശ്യപ്പെട്ടു. തന്റെ കയ്യിലുള്ള വസ്തു തിരിച്ച് പോക്കറ്റിൽ തിരുകി. ആ സ്ട്രീറ്റിൽ നിന്ന് തിരിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്നായിരിക്കുന്നു. വരൂ വാട്സൺ, അവസാന രംഗത്തിനായി കർട്ടൻ ഉയർന്നിരിക്കുന്നു. യുദ്ധം ഇനി ഉണ്ടാകില്ല എന്ന വാർത്ത കേട്ട് താങ്കൾക്ക് ആശ്വസിക്കാം. ബഹുമാന്യനായ ട്രെലാവനി ഹോപ്പിന് തന്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാം. പ്രധാനമന്ത്രിക്ക് യൂറോപ്യൻ പ്രതിസന്ധികൾ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല. വളരെ വലിയൊരു ദുരന്തത്തിൽ അവസാനിക്കുമായിരുന്ന ഒരു സംഭവം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഒഴിവായിരിക്കുന്നു. ഈ അസാമാന്യമായ മനുഷ്യനോട് എനിക്ക് കടുത്ത ആരാധന തോന്നി. അപ്പോൾ താങ്കളിത് പരിഹരിച്ചു? ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു. അങ്ങനെ തന്നെ പറയാം വാട്സൺ. ചില കാര്യങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ്. പക്ഷേ അവ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. നമുക്കിപ്പോൾ നേരെ വൈറ്റ് ഹാൾ ടെറസിലേക്ക് പോവാം. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കാം. ഞങ്ങൾ യൂറോപ്യൻ കാര്യ സെക്രട്ടറിയുടെ വീട്ടിലെത്തിയപ്പോൾ മിസ്സിസ് ഹിൽഡ ട്രെലാവനി ഹോപ്പിനെയാണ് ഹോംസ് അന്വേഷിച്ചത്. മിസ്റ്റർ ഹോംസ്, ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെയാണ് അവർ പറഞ്ഞത്. ഇത് തീർച്ചയായും താങ്കളുടെ ഭാഗത്തുനിന്നുള്ള അപമര്യാദയാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമെന്നോ എന്റെ ഭർത്താവ് ധരിക്കുമെന്നതിനാൽ എന്റെ സന്ദർശനം രഹസ്യമായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചതല്ലേ? ഇപ്പോൾ താങ്കൾ ഇവിടെ വന്നാൽ നമ്മൾ തമ്മിൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്ന് അദ്ദേഹം സംശയിക്കും. മാഡം, നിർഭാഗ്യവശാൽ എനിക്ക് മറ്റു മാർഗമുണ്ടായിരുന്നില്ല. തികച്ചും പ്രധാനപ്പെട്ട ആ രേഖ കണ്ടെത്തുവാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതിനാൽ ആ രേഖ ദയവായി എന്റെ കൈകളിൽ തിരിച്ചേൽപ്പിക്കണം. അവർ ഇരുന്നിടത്തുനിന്നോ ചാടിയെണീറ്റു. അവരുടെ സുന്ദരമായ മുഖം വിവർണമായി. കണ്ണുകൾ തുറിച്ചു. അവർ വേച്ചു വീഴുന്നതുപോലെ തോന്നി. അവർ ബോധം കെട്ട് വീഴുമെന്നും എനിക്ക് തോന്നി. വളരെ പാടുപെട്ട് അവർ ആ ഷോക്കിൽ നിന്ന് മുക്തയായി പറഞ്ഞു, താങ്കൾ എന്നെ അപമാനിക്കുകയാണോ മിസ്റ്റർ ഹോംസ്? ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആ കത്ത് മടക്കിത്തരൂ. ഞാൻ താങ്കളെ പുറത്താക്കാൻ പരിചാരകനെ വിളിക്കുകയാണ്. ബെല്ലിനടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു. ബെല്ലടിക്കരുത്. അങ്ങനെ ചെയ്താൽ ഒരു വലിയ അപകീർത്തി ഒഴിവാക്കാൻ ഞാൻ നടത്തിയ ശ്രമങ്ങൾ പാഴാവും. ആ കത്ത് തന്നാൽ എല്ലാം ശരിയാവും. താങ്കൾ എന്നോട് സഹകരിച്ചാൽ ഞാൻ എല്ലാം പരിഹരിക്കാം. താങ്കൾ എനിക്കെതിരെ പ്രതികരിച്ചാൽ എനിക്കെല്ലാം തുറന്നു കാണിക്കേണ്ടി വരും. എല്ലാം നിഷേധിക്കുന്ന മട്ടിൽ തന്നെ അവർ പ്രൗഢിയോടെ നിന്നു. അവരുടെ കണ്ണുകൾ ഹോംസിന്റെ മുഖത്ത് തറച്ചിരുന്നു. കൈകൾ ബെല്ലിന് മുകളിൽ തന്നെയായിരുന്നു. പക്ഷേ ബെല്ലടിക്കാൻ അവർ ശ്രമിച്ചില്ല. താങ്കൾ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? ഒരു സ്ത്രീയെ ഇപ്രകാരം അപമാനിക്കാൻ ശ്രമിക്കുന്നത് പുരുഷന്മാർക്ക് ചേർന്നതല്ല മിസ്റ്റർ ഹോംസ്. താങ്കൾ പറഞ്ഞല്ലോ എന്തൊക്കെയോ അറിയാമെന്നോ. താങ്കൾക്കറിയുന്നത് എന്താണ്? ദയവായി ഇരിക്കൂ മാഡം. താഴെ വീണാൽ നിങ്ങൾക്ക് മുറിവേറ്റു എന്ന് വരാം.
നിങ്ങൾ ഇരിക്കുന്നതുവരെയും ഞാൻ ഒന്നും സംസാരിക്കില്ല. ഞാൻ താങ്കൾക്ക് 5 മിനിറ്റ് അനുവദിക്കാം മിസ്റ്റർ ഹോംസ്. ഒന്ന് തന്നെ അധികമാണ് മാഡം. എഡ്വേർഡോ ലൂക്കാസിന്റെ വീട്ടിൽ നിങ്ങൾ പോയതും രേഖ നൽകിയതും എനിക്കറിയാം. കഴിഞ്ഞ രാത്രി ആരുമറിയാതെ തിരിച്ചു ചെന്ന് പരവതാനിക്ക് താഴെയുള്ള രഹസ്യ അറയിൽ നിന്ന് കത്തെങ്ങനെയാണ് തിരിച്ചെടുത്തതെന്നും എനിക്കറിയാം. ചാരനിറമായ മുഖത്തോടെ അവർ ഹോംസിനെ തുറിച്ചു നോക്കി. സംസാരിക്കാനായി 2 വട്ടം ഉമിനീറിറക്കി. താങ്കൾക്ക് ഭ്രാന്താണ് മിസ്റ്റർ ഹോംസ്, അവസാനം അവർ ഉച്ചത്തിൽ പറഞ്ഞു. ഹോംസ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഹാർഡ്ബോർഡിന്റെ കഷ്ണം പുറത്തെടുത്തു. അതിൽ ഏതോ ചിത്രത്തിൽ നിന്ന് വെട്ടിയെടുത്ത അവരുടെ മുഖമായിരുന്നു. ഞാൻ ഇതെന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് കരുതിയാണ് കൈവശം വെച്ചിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. പോലീസുകാരൻ നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർ ദീർഘനിശ്വാസത്തോടെ തല കസേരയിലേക്ക് ചായ്ച്ചു. പറയൂ മാഡം, കത്ത് നിങ്ങളുടെ കൈവശമുണ്ട്. കാര്യങ്ങൾ നമുക്കിനിയും ശരിയാക്കാം. നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഭർത്താവിന് കത്ത് തിരിച്ചു നൽകുന്നതോടെ എന്റെ ജോലിയും കഴിയും. എല്ലാം എന്നോട് തുറന്നു പറയൂ. ഇത് നിങ്ങളുടെ അവസാന അവസരമാണ്. അവർ അസാമാന്യ ധൈര്യമുള്ള സ്ത്രീയായിരുന്നു. ഇപ്പോഴും കീഴടങ്ങാൻ അവർ കൂട്ടാക്കിയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഹോംസ്, താങ്കൾ എന്തോ മതിഭ്രമത്തിലാണ്. ഹോംസ് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. നിങ്ങളെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട് മാഡം. എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. അതെല്ലാം വെറുതെ ആയെന്ന് തോന്നുന്നു. അദ്ദേഹം ബെല്ലടിച്ചു. പരിചാരകനെത്തി. മിസ്റ്റർ ട്രെലാവ്നി ഹോപ്പ് വീട്ടിലുണ്ടോ? അദ്ദേഹം 12:45 വീട്ടിലെത്തും സാർ. ഹോംസ് തന്റെ വാച്ച് നോക്കി. ഇനിയും 15 മിനിറ്റ് ബാക്കിയുണ്ട്, അദ്ദേഹം പറഞ്ഞു. നല്ലത്, ഞാൻ കാത്തിരിക്കാം. പരിചാരകൻ പുറത്തിറങ്ങി കഷ്ടിച്ച് വാതിലടച്ചയുടൻ ഹിൽഡ ഹോപ്പ് ഹോംസിന് മുൻപിൽ മുട്ടുകുത്തി കൈകൾ നീട്ടി മുഖമുയർത്തി. അവരുടെ സുന്ദരമായ മുഖം കണ്ണീരിനാൽ നനഞ്ഞു. എന്നോട് ക്ഷമിക്കൂ മിസ്റ്റർ ഹോംസ്, ദയവായി ക്ഷമിക്കൂ, അവർ അപേക്ഷിച്ചു. ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തോട് പറയരുത്. ഞാൻ അദ്ദേഹത്തെ അത്രയധികം സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കളങ്കവും ഞാൻ വരുത്തില്ല. ഈ വിവരമറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയം തകരും. ഹോംസ് അവരെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഈ അവസാന നിമിഷമെങ്കിലും നിങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു മാഡം. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. ആ കത്തെവിടെ? അവർ ഒരു എഴുത്തുമേശയ്ക്കരികെ ചെന്ന് അത് തുറന്ന് ഒരു നീണ്ട നീലക്കവർ പുറത്തെടുത്തു. ഇവിടെയുണ്ട് മിസ്റ്റർ ഹോംസ്. ദൈവമേ, ഞാനിതൊരിക്കലും കാണാതിരുന്നെങ്കിൽ. നമ്മൾ ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും? ഹോംസ് പറഞ്ഞു. വേഗം എന്തെങ്കിലും വഴി കാണണം. ആ തപാൽപ്പെട്ടി എവിടെ? ഇപ്പോഴും കിടപ്പുമുറിയിലാണോ? ഭാഗ്യം. മാഡം, അത് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരൂ. ഒരു നിമിഷം കൊണ്ട് ഒരു ചുവന്ന പെട്ടിയുമായി അവർ തിരിച്ചെത്തി. നിങ്ങൾ എങ്ങനെയാണ് മുമ്പ് ഇത് തുറന്നത്? നിങ്ങളുടെ കയ്യിൽ കള്ളത്താക്കോലുണ്ടോ? തീർച്ചയായും കാണും. തുറക്കൂ. അവരുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നോ ഹിൽഡ ഹോപ്പ് ഒരു ചെറിയ താക്കോൽ പുറത്തെടുത്ത് പെട്ടി തുറന്നു. ആ പെട്ടിയിൽ നിറയെ പേപ്പറുകളുണ്ടായിരുന്നു. ഹോംസ് ആ നീലക്കവർ ആ പേപ്പറുകൾക്കിടയിൽ മറ്റു രേഖകൾക്കൊപ്പം ഉള്ളിൽ പൂഴ്ത്തിവെച്ചു. പെട്ടി അടച്ചുപൂട്ടി കിടപ്പുമുറിയിൽ തിരികെ വെച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തെ കാത്തിരിക്കാം, ഹോംസ് പറഞ്ഞു. നമുക്കിനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. നിങ്ങളെ രക്ഷിക്കുന്നതിനായി ഞാൻ പലതും ചെയ്തിരിക്കുകയാണ്. അതിനു പകരമായി ഈ വിചിത്ര സംഭവങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ താങ്കളോടെല്ലാം പറയാം മിസ്റ്റർ ഹോംസ്. അവർ കരയാൻ തുടങ്ങി. അദ്ദേഹത്തിനെ വേദനിപ്പിക്കാൻ ഞാൻ ഇനി തുനിയുകയില്ല. ലണ്ടനിൽ എന്നെപ്പോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും ഉണ്ടാവില്ല. ഞാൻ എന്താണ് ചെയ്തത് എന്നറിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ക്ഷമിക്കില്ല. സഹായിക്കൂ ഹോംസ്. എന്റെയും അദ്ദേഹത്തിന്റെയും സന്തോഷവും ഞങ്ങളുടെ ജീവിതവും തകരും. വേഗം മാഡം, സമയം വളരെ കുറച്ചേ ഉള്ളൂ. വിവാഹത്തിന് മുൻപ് ഞാൻ വിവേകമില്ലാതെ എഴുതിയ ഒരു കത്ത്. ആർക്കും ഒരു ഉപദ്രവവും നൽകാത്തതെങ്കിലും അദ്ദേഹം അത് വായിച്ചാൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയതാണ്. അതെല്ലാം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ലൂക്കാസിന് അതെങ്ങനെ ലഭിച്ചു എന്നറിയില്ല. അയാളത് അദ്ദേഹത്തിന് കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ ദയവിനായി യാചിച്ചു. എന്റെ ഭർത്താവിന്റെ തപാൽപ്പെട്ടിയിലുള്ള ഒരു രേഖ നൽകിയാൽ
എന്റെ കത്ത് മടക്കി നൽകാമെന്ന് അയാൾ പറഞ്ഞു. ഓഫീസിലെ അയാളുടെ ചാരനാണ് ആ രേഖയെക്കുറിച്ച് അയാളോട് പറഞ്ഞത്. എന്റെ ഭർത്താവിന് കുഴപ്പമൊന്നും വരില്ല എന്ന് അയാൾ ഉറപ്പു നൽകി. എന്റെ സ്ഥാനത്ത് താങ്കളാണെങ്കിൽ എന്തു ചെയ്യും? ഭർത്താവിനോട് എല്ലാം തുറന്നു പറയും. എനിക്കതിന് കഴിഞ്ഞില്ല. ഒരു ഭാഗത്ത് എന്റെ കത്ത് പുറത്തു വന്നാലുണ്ടാകാവുന്ന ആപത്ത്, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ രേഖകൾ എടുത്താലുണ്ടാകാവുന്ന ആപത്ത്. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ അറിവില്ലാത്തതിനാൽ അതിന്റെ അനന്തരഫലങ്ങൾ മനസ്സിലായില്ല. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ. ഞാനത് ചെയ്തു. താക്കോലിന്റെ ഒരു അടയാളമെടുത്ത് ഞാൻ ലൂക്കാസിനെ ഏൽപ്പിച്ചു. അയാൾ അതിന്റെ കള്ളത്താക്കോൽ എനിക്ക് നൽകി. അതുപയോഗിച്ച് തപാൽപ്പെട്ടി തുറന്ന് ആ കവറെടുത്ത് ഞാൻ ഗോഡോൾഫിൻ സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ എന്തുണ്ടായി മാഡം? പറഞ്ഞ പോലെ ഞാൻ വാതിൽ മുട്ടി. ലൂക്കാസ് വാതിൽ തുറന്നു. ഞാൻ അയാൾക്കൊപ്പം മുറിയിലേക്ക് പോയി. അയാൾക്കൊപ്പം തനിച്ചായതിനാൽ ഹാളിന്റെ വാതിൽ തുറന്നിട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ പുറത്തു നിന്നിരുന്നതായി ഓർക്കുന്നു. ഞാൻ കവർ നൽകിയപ്പോൾ അയാൾ എന്റെ കത്ത് തിരികെ നൽകി. ആ സമയത്ത് വാതിൽക്കൽ എന്തോ ശബ്ദം കേട്ടു. ഇടനാഴിയിൽ കാൽപെരുമാറ്റം കേട്ടു. ലൂക്കാസ് പെട്ടെന്ന് തിരിഞ്ഞ് പരവതാനി ഉയർത്തി കവർ ഒരു രഹസ്യ അറയിൽ വെച്ച് പരവതാനി പഴയതുപോലെ ഇട്ടു. പിന്നീട് നടന്നതെല്ലാം ഒരു ദുസ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഒരിരുണ്ട മുഖമുള്ള ക്ഷുഭിതയായ സ്ത്രീ ഫ്രഞ്ചിൽ ആക്രോശിക്കുന്നത് കേട്ടു. ഞാൻ കാത്തുനിന്നത് വെറുതെ ആയില്ല. അവസാനം നിങ്ങളെ ഞാൻ അവർക്കൊപ്പം കണ്ടെത്തി. പിന്നീടവിടെ വഴക്കുണ്ടായി. അയാളുടെ കയ്യിൽ കസേരയും അവരുടെ കയ്യിൽ കത്തിയും കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് ഓടിപ്പോന്നു. പിറ്റേന്ന് കാലത്ത് പത്രത്തിൽ നിന്നാണ് അവിടെ നടന്നതിനെക്കുറിച്ച് അറിഞ്ഞത്. എന്റെ കത്ത് തിരികെ കിട്ടിയതിനാൽ ആ രാത്രി ഞാൻ സമാധാനമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞത്. ആ രേഖ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എന്റെ ഭർത്താവിനുണ്ടായ ആഘാതം എന്നെ വിഷമത്തിലാക്കി. അദ്ദേഹത്തോടെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോഴും പഴയ ആ കത്തിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ചെയ്ത തെറ്റിന്റെ ആധിക്യം എത്രമാത്രമുണ്ടെന്ന് അറിയാനാണ് ഞാൻ താങ്കളുടെ അരികിൽ വന്നത്. അതറിഞ്ഞപ്പോൾ മുതൽ ആ രേഖ തിരികെ എടുക്കുന്നതിനെക്കുറിച്ചായി എന്റെ ചിന്ത. ആ സ്ത്രീ വരുന്നതിന് മുൻപായി അതൊളിപ്പിച്ചത് എവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ആ വീടിനുള്ളിൽ കടക്കാനായി ഞാൻ 2 ദിവസം അവിടെ പോയിരുന്നു. അപ്പോഴൊക്കെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ രാത്രി ഞാനൊരു അവസാന ശ്രമം നടത്തി. പിന്നീട് നടന്ന കാര്യങ്ങൾ താങ്കൾക്കറിവുള്ളതാണല്ലോ. എന്റെ തെറ്റ് അദ്ദേഹത്തോട് ഏറ്റുപറയാതെ അത് തിരികെ നൽകാൻ ഒരു മാർഗവും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ആ രേഖ നശിപ്പിച്ചു കളയാൻ ആലോചിക്കുകയായിരുന്നു. ദൈവമേ, അദ്ദേഹം വരുന്നുണ്ട്. യൂറോപ്യൻ കാര്യ സെക്രട്ടറി ആകാംക്ഷയോടെ കടന്നുവന്നു. എന്തെങ്കിലും വാർത്തയുണ്ടോ മിസ്റ്റർ ഹോംസ്? അദ്ദേഹം ചോദിച്ചു. എനിക്ക് പ്രതീക്ഷയുണ്ട്. ദൈവമേ, നന്ദി. അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു. പ്രധാനമന്ത്രി എന്റെ ഒപ്പമാണ് ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. താങ്കളുടെ പ്രതീക്ഷകൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കാമോ? അദ്ദേഹം ഒരു ഉരുക്കു മനുഷ്യനാണ്. എങ്കിലും ആ സംഭവത്തിനു ശേഷം ശരിയായി ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാം. ജേക്കബ്സ്, പ്രധാനമന്ത്രിയോട് ഇങ്ങോട്ട് കടന്നുവരാൻ പറയൂ. ഹിൽഡ, ഞങ്ങൾ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണോ? കുറച്ചു സമയം കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ വെച്ച് കാണാം. പ്രധാനമന്ത്രി സംയമനം പാലിച്ചാണ് ഇരുന്നിരുന്നത്. പക്ഷേ തന്റെ സഹപ്രവർത്തകന്റെ ആകാംക്ഷ അദ്ദേഹവും പങ്കിടുന്നതുപോലെ തോന്നി. താങ്കൾക്ക് എന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നു മിസ്റ്റർ ഹോംസ്. ഇതുവരെയും എല്ലാം പ്രതികൂലമാണ്, എന്റെ സ്നേഹിതൻ പറഞ്ഞു. ഉണ്ടായേക്കാവുന്ന എല്ലാ സാധ്യതകളും ഞാൻ അന്വേഷിച്ചു. ഒരപകടവും സംഭവിക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ അത് പോരല്ലോ മിസ്റ്റർ ഹോംസ്. ഇങ്ങനെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ കഴിയാൻ സാധ്യമല്ല. നമുക്കെന്തിനും വ്യക്തത വേണം. അത് തിരികെ ലഭിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാ വശങ്ങളും ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കത്തിവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. മിസ്റ്റർ ഹോംസ്, നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് തീർച്ചയായും പരസ്യമായേനെ. പക്ഷേ എടുത്തയാൾ എന്തിനാണത് ഇവിടെ സൂക്ഷിക്കുന്നത്? അതാരും എടുത്തതായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ തപാൽപ്പെട്ടിയിൽ നിന്ന് അതെങ്ങനെ കാണാതായി? അത് തപാൽപ്പെട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല. മിസ്റ്റർ ഹോംസ്, തമാശ പറയാനുള്ള സമയം ഇതല്ല. പെട്ടിയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടുവെന്നോ എനിക്കുറപ്പുണ്ട്. ചൊവ്വാഴ്ച രാവിലെ കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും താങ്കൾ ആ പെട്ടി പരിശോധിച്ചോ?
ഇല്ല, അതിന്റെ ആവശ്യമുണ്ടായില്ല. ഒരുപക്ഷെ തിരക്കിനിടയിൽ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെങ്കിലോ? സാധ്യമല്ല. പക്ഷെ എനിക്കുറപ്പില്ല. ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് എനിക്കറിയാം. മറ്റു പേപ്പറുകൾക്കിടയിലായിപ്പോയതാണെങ്കിലോ? അത് ഏറ്റവും മുകളിലായിരുന്നു. ആരെങ്കിലും പെട്ടി കുലുക്കി നോക്കിയപ്പോൾ മാറിപ്പോയെങ്കിലോ? ഇല്ല, എല്ലാം ഞാൻ പുറത്തെടുത്ത് നോക്കിയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കേണ്ട ഹോപ്പ്, പ്രധാനമന്ത്രി പറഞ്ഞു. തപാൽ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? സെക്രട്ടറി ബെല്ലടിച്ച് ഭൃത്യനെ വിളിച്ചു. ജേക്കബ്സ്, എന്റെ തപാൽ പെട്ടി കൊണ്ടുവരൂ. ഇത് വെറുതെ സമയം കളയുകയാണ്. എങ്കിലും കൂടിയേ തീരൂ എന്ന് താങ്കൾ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് നോക്കാം. താക്കോൽ ഇപ്പോഴും എന്റെ വാച്ചിന്റെ ചെയിനിലുണ്ട്. ഇതാ പേപ്പറുകൾ. മെറോ പ്രഭുവിന്റെ കത്ത്, സർ ചാൾസ് ഹാർഡിയുടെ റിപ്പോർട്ട്, ബെൽഗ്രേഡിന്റെ നിവേദനം, മാഡ്രിഡിൽ നിന്നുള്ള കത്ത്, ഫ്ലവേഴ്സ് പ്രഭുവിന്റെ കുറിപ്പ്. ദൈവമേ, ഇതെന്താണ്? ബെല്ലിംഗ്നർ പ്രഭു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രധാനമന്ത്രി ആ നീല കവർ തട്ടിപ്പറിച്ചു. അതെ, ഇതാണ്. കത്തിനൊരു കേടുപാടുമില്ല. ഹോപ്പ്, ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. നന്ദി. എന്റെ ഹൃദയത്തിൽ നിന്ന് ഭാരം പോയിരിക്കുന്നു. പക്ഷേ ഇത് അസാധ്യമാണോ മിസ്റ്റർ ഹോംസ്? താങ്കളൊരു മാന്ത്രികനാണ്. അതിവിടെയുണ്ടെന്നോ എങ്ങനെ അറിഞ്ഞു? അത് മറ്റൊരിടത്തുമില്ല എന്നോ എനിക്കറിയാമായിരുന്നു. എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വാതിൽക്കലേക്കോടി. എല്ലാം ശരിയായെന്ന് എനിക്ക് ഹിൽഡയോട് പറയണം. ഹിൽഡ. അദ്ദേഹത്തിന്റെ ശബ്ദം ഞങ്ങൾ പടിയിൽ നിന്നും കേട്ടു. പ്രധാനമന്ത്രി തിളങ്ങുന്ന കണ്ണുകളോടെ ഹോംസിനെ നോക്കി. സത്യം പറയൂ ഹോംസ്, കണ്ണുകൾ കൊണ്ട് കാണുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ. കത്തെങ്ങനെയാണ് തിരികെ പെട്ടിയിലെത്തിയത്? ഹോംസ് തീക്ഷ്ണമായ ആ കണ്ണുകളിൽ നിന്ന് പുഞ്ചിരിയോടെ മുഖം തിരിച്ചു. ഞങ്ങൾക്കും ഞങ്ങളുടേതായ നയതന്ത്ര രഹസ്യങ്ങളുണ്ട് സാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തൊപ്പിയെടുത്ത് തിരിഞ്ഞ് വാതിലിനു നേർക്ക് നടന്നു. സർ ആർതർ കോനൻ ഡോയിലിന്റെ ദി അഡ്വഞ്ചർ ഓഫ് ദി സെക്കൻഡ് സ്റ്റെയിൻ എന്ന ചെറുകഥയുടെ ശബ്ദാവിഷ്കാരം. രണ്ടാമത്തെ രക്തക്കറ. ശബ്ദം നൽകിയത് റെജി കലവൂർ. പരിഭാഷപ്പെടുത്തിയത് മിനി സന്തോഷ്.